ഇനി നമുക്ക് അതിൻ്റെ അകത്തുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ ഓരോന്നായിട്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ വായിക്കാം. വായിച്ചു നോക്കൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കൂ. എ പെബിൾ ഓഫ് മാസ് 0.05 കിലോഗ്രാം ഈസ് ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ്സ്. ഒരു പെബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വെള്ളാരം കല്ല്. ഇപ്പോൾ ഒരു കല്ല് ഈ ഗാർഡനിലേക്ക് കൊണ്ടുവയ്ക്കുന്ന കൊച്ചു കല്ല് കണ്ടിട്ടില്ലേ? വെള്ളക്കല്ല്, ഉരുണ്ട കല്ല്, അതാണ്. ഗീവ് ദ ഡയറക്ഷൻ ആൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് നെറ്റ് ഫോഴ്സ് ഓൺ ദ പെബിൾ. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഒരു പെബിളിൻ്റെ മാസ് തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ്സ്. അതിനെ മേലോട്ടാണ് എറിയുന്നത്. സോ വാട്ട് ഈസ് ദ ഡയറക്ഷൻ ആൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ഇറ്റ്? അതിൻ്റെ മണ്ടയിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് കണ്ടുപിടിക്കണം. നോക്കൂ, വെൻ ഇറ്റ് ഈസ് മൂവിങ് അപ്വേർഡ്സ്, അത് എങ്ങോട്ട് പോകുമ്പോഴാണ്? മേലോട്ട് പോകുമ്പോൾ. അപ്പോൾ മേലോട്ട് പോകുന്ന സമയത്ത് നിങ്ങളുടെ പെബിൾ മേലോട്ട് പോവുകയാണ്. അപ്പോൾ മൂവിങ് അപ്വേർഡ്സ്. സോ മൂവിങ് അപ്വേർഡ്സ്. ഇനി ആ സമയത്ത് അതിൻ്റെ ആക്സലേഷൻ മേലോട്ട് പോകുമ്പോഴത്തേക്കുള്ള ആക്സലേഷൻ താഴോട്ടാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ആക്സലേഷൻ എന്ന് പറയുന്നത് ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണല്ലോ. അങ്ങനെയാണെങ്കിൽ അതെന്താ ആക്സലേഷൻ താഴോട്ടായത്? മേലോട്ട് പോകുമ്പോൾ വെലോസിറ്റി കുറഞ്ഞാണ് വരുന്നത്. വെലോസിറ്റി കുറഞ്ഞാൽ ആക്സലേഷൻ ഈസ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി. ഇവിടെ പോകുന്നത് വെലോസിറ്റി, സാധനം പോകുന്നത് മേലോട്ട്. അപ്പോൾ വെലോസിറ്റി മേലോട്ട്, അപ്പോൾ വെലോസിറ്റി കുറയുന്നു. അപ്പോൾ ആക്സലേഷൻ ഈസ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ ആക്സലേഷൻ ഡൗൺവേഴ്സ്. അപ്പോൾ ആക്സലേഷൻ ഡൗൺവേഴ്സ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് എ ഫോഴ്സ് ആക്ടിങ്? ഫോഴ്സ് എന്ന് പറഞ്ഞാൽ mg അല്ലേ? അപ്പോൾ mg ആണ്. അപ്പോൾ എം എത്ര? വാട്ട് ഈസ് എം? എം ഇവിടെ തന്നിട്ടുണ്ട് 0.05. സോ 0.05 ഇൻറ്റു ജിയുടെ വാല്യൂ 9.8. കാൽക്കുലേറ്റ് ചെയ്യുക. അത്രയും ന്യൂട്ടൺ എന്ന ആൻസർ എഴുതുക. എൻ്റെ ഹെൽപ്പിൻ്റെ ആവശ്യമില്ല. ഇതാണ് ആദ്യത്തെ കേസിലെ ആൻസർ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഡ്യൂറിങ് ഇറ്റ്സ് ഡൗൺവേർഡ് മോഷൻ. അപ്പോൾ ഇത് താഴോട്ട് വരുന്ന സമയത്ത് ഈ പെബിള് താഴോട്ടാണ് മൂവിങ്. അപ്പോൾ മൂവിങ് ഡൗൺവേർഡ്സ്. താഴോട്ട് വരുന്ന സമയത്ത് അതിൻ്റെ വെലോസിറ്റി കൂടി വരും. വെലോസിറ്റി കൂടി വന്നാൽ ആക്സലേഷൻ ഈസ് ഇൻ ദ സെയിം ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി. അപ്പോൾ ആക്സലേഷനും താഴോട്ടാണ്. സോ ആക്സലേഷൻ എന്ന് പറയുന്നത് ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അപ്പോഴുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് എം ഇൻറ്റു ആക്സലേഷൻ ആണ്. അപ്പോൾ mg. അപ്പോൾ അതിൻ്റെ ആൻസർ 0.05 ഇൻറ്റു ജിയുടെ വാല്യൂ 9.8. മൾട്ടിപ്ലൈ ചെയ്യുക. അത്രയും ന്യൂട്ടൺ ഡൗൺവേഴ്സ്. അപ്പോൾ ഈ രണ്ട് കേസിലും നെറ്റ് ഫോഴ്സ് ആക്ടിങ്ങിൻ്റെ ആൻസർ സെയിം. ഇൻ ബോത്ത് കേസ് ഇറ്റ് ഈസ് ഡൗൺവേർഡ്സ്. രണ്ട് കേസിലും അതങ്ങോട്ട് തന്നെ ഡൗൺവേർഡ്സ് തന്നെ. ഇനി മൂന്നാമത്തെ കേസിൽ അറ്റ് ദ ഹയസ്റ്റ് പോയിന്റ് വെയർ ഇറ്റ് ഈസ് മൊമെന്ററിലി അറ്റ് റെസ്റ്റ്. ഇത് ഏറ്റവും മണ്ടയിലെത്തുന്ന സമയത്ത് അതിൻ്റെ വെലോസിറ്റി 0 ആവും. ആ സമയത്തും അതിൻ്റെ ഒരു ആക്സലേഷൻ ഉണ്ട് എന്നാണ് നമ്മൾ പഠിച്ചത്. ആക്സലേഷനെ നമ്മൾ ഇൻസ്റ്റന്റേനിയസ് ആക്സലറേഷൻ എന്ന് പറഞ്ഞു. അങ്ങനെയല്ലേ പഠിപ്പിച്ചേ? ഇൻസ്റ്റന്റേനിയസ് ആക്സലറേഷൻ. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് g ആണ്. ഓക്കെ, അപ്പോൾ ഏറ്റവും മണ്ടയിലുള്ള പൊസിഷനിൽ എത്തുമ്പോഴത്തേക്കും ആക്സലേഷൻ്റെ വാല്യൂ g ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് എ ഫോഴ്സ്? ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? mg. അപ്പോൾ ഈ g എങ്ങോട്ടാണ്? താഴോട്ടാണ്. അപ്പോൾ ആക്സലേഷൻ താഴോട്ടാണെങ്കിൽ ഫോഴ്സും താഴോട്ട്. അപ്പോൾ 3ന്റെ ആൻസർ ആയി. ഇനി ഡു യുവർ ആൻസേഴ്സ് ചേഞ്ച് ഇഫ് ദ പെബിൾ വാസ് ത്രോൺ അറ്റ് ആൻ ആംഗിൾ 45 ഡിഗ്രി വിത്ത് ദ ഹൊറിസോണ്ടൽ. എന്താണ്? നമ്മുടെ ഈ പെബിളിനെ ഒരു 45 ഡിഗ്രി ആംഗിളിൽ ഇങ്ങനെയാണ് നമ്മൾ വിട്ടിരുന്നതെങ്കിൽ, ഗ്രൗണ്ടുമായിട്ട് 45 ഡിഗ്രി ലാണ് വിട്ടിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? ആൻസർ മാറുമെന്നാണ് ക്വസ്റ്റ്യൻ. മാറുമോ? ഇല്ല. കാരണം എന്താണ്? ഇതിങ്ങനെ പോയി അപ്പർ മോസ്റ്റ് പൊസിഷനിലെത്തും, അവിടെ നിന്ന് താഴേക്ക് വരും. അപ്പോൾ ഇവിടെ ഈ മേലോട്ട് പോകുന്ന കേസിലായാലും താഴോട്ട് പോകുന്ന അപ്പർ മോസ്റ്റ് പോയിന്റിൽ എത്തുന്ന സമയത്തായാലും താഴോട്ട് വരുന്ന കേസിലായാലും നമ്മൾ പ്രൊജക്ടൈൽ പഠിച്ചതാണ്. ആക്സലേഷൻ എന്ന് പറയുന്നത് താഴോട്ട് തന്നെ. അപ്പോൾ എല്ലാ കേസിലും ഫോഴ്സിൻ്റെ ആൻസർ mg ഇങ്ങനെ താഴോട്ട് തന്നെ. സോ once again I will explain. See, what is the thing? You have a pebble, you are throwing it upwards, okay? So its velocity is upwards, then the velocity is decreasing, so acceleration is in the opposite direction of velocity, so acceleration is downwards. This acceleration is acceleration due to gravity. So what is the force? Force is equal to mg given. So calculate here. g ആക്സലേഷൻ താഴോട്ടായതുകൊണ്ട് ഫോഴ്സും താഴോട്ട്. ദെൻ അടുത്ത എന്താണ്? മൂവിങ് ഡൗൺവേർഡ്സ് ആണ് അടുത്ത കേസിൽ. മൂവിങ് ഡൗൺവേർഡ്സ് ആയാൽ velocity increases, so acceleration is in the same direction of velocity, so acceleration also downwards, so force is equal to mg. So here g downwards, so force is also downwards. Then what is the next one? At the uppermost point the velocity becomes 0. In that situation also the body has instantaneous acceleration g downwards, so the force acting is same. So you calculate m തന്നിട്ടുണ്ട് 0.05 into 9.8, that much newton. It is also downwards. Then അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? See, if your body is thrown at an angle like this, so then your pebble will become a
what? Projectile. In that case, it has upward motion, downward motion. So, will the answers change? No, answer will not change. ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? നല്ല ക്വസ്റ്റൻ അല്ലേ? സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? Give the magnitude and direction of net force acting on a stone of mass 0.1 kilogram. ഒരു സ്റ്റോൺ ഉണ്ടല്ലേ, ആ സ്റ്റോണിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് കണ്ടുപിടിക്കണം, അതിൻ്റെ മാഗ്നിറ്റ്യൂഡും കണ്ടുപിടിക്കണം, ഡയറക്ഷനും കണ്ടുപിടിക്കണം. ജസ്റ്റ് ആഫ്റ്റർ ഇറ്റ് ഈസ് ഡ്രോപ്ഡ് ഫ്രം വിൻഡോ ഓഫ് എ ട്രെയിൻ അറ്റ് റെസ്റ്റ്. റെസ്റ്റിലിരിക്കുന്ന ഒരു ട്രെയിൻ. അപ്പോൾ ഫസ്റ്റ് പാർട്ട് ഞാൻ പറയാൻ പോവാണ്. ട്രെയിൻ അറ്റ് റെസ്റ്റ്. ട്രെയിൻ റെസ്റ്റിലാണ് അല്ലേ? ട്രെയിൻ റെസ്റ്റിലാണെങ്കിൽ അതിൻ്റെ ട്രെയിനിൻ്റെ ആക്സലേഷൻ എത്ര? 0 ആണ്. അപ്പോൾ ആ ട്രെയിനിൽ ഇരിക്കുന്ന സമയത്ത് ആ സ്റ്റോണിന് ആക്സലേഷൻ എത്ര? ഇല്ല. മനസ്സിലായില്ല? ട്രെയിൻ റെസ്റ്റിലാണ്. അപ്പോൾ ട്രെയിൻ റെസ്റ്റിലാണെങ്കിൽ ട്രെയിനിൻ്റെ ആക്സലേഷൻ 0. അപ്പോൾ അതിനകത്തിരിക്കുന്ന എന്താണ്, ആ ബോഡിക്കും എന്താണ്, സ്റ്റോണിനും ആക്സലേഷൻ 0 ആണ്. ഇതിനെ നമ്മൾ വിൻഡോ വഴി ഡ്രോപ്പ് ചെയ്താൽ ഇറ്റ് വിൽ ബിക്കം എ ഫ്രീലി ഫോളിംഗ് ബോഡി. വാട്ട് ഈസ് എ ഫോഴ്സ് ആക്ടിങ്? ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? mg ആണ്. ബുദ്ധിമുട്ടുണ്ടോ? അപ്പോൾ എമ്മിൻ്റെ വാല്യൂ തന്നിട്ടുണ്ടോ? വാട്ട് ഈസ് m? 0.1 ഇൻറ്റു ജിയുടെ വാല്യൂ 9.8. അത്രയും ന്യൂട്ടൺ ഡൗൺവേർഡ്സ് ആണ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറായി. ഇനി അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ജസ്റ്റ് ആഫ്റ്റർ ഇറ്റ് ഈസ് ഡ്രോപ്ഡ് ഫ്രം വിൻഡോ ഓഫ് എ ട്രെയിൻ റണ്ണിങ് അറ്റ് എ കോൺസ്റ്റന്റ് വെലോസിറ്റി 36 km/h. നിങ്ങളുടെ ട്രെയിൻ കോൺസ്റ്റന്റ് വെലോസിറ്റിയിലാണെങ്കിൽ ആ ട്രെയിനിൻ്റെ ആക്സലേഷൻ എത്രയാണ്? 0 ആണ്. അപ്പോൾ ആ സ്റ്റോണിനും ആക്സലേഷൻ ഇല്ല, ട്രെയിനിൻ്റെ മോഷൻ കാരണം. അപ്പോൾ നിങ്ങൾ അതിനെ ട്രെയിനിൽ നിന്ന് ഡ്രോപ്പ് ചെയ്താൽ പിന്നെ ട്രെയിനുമായിട്ട് യാതൊരു ബന്ധവും അതിനില്ല. അപ്പോൾ ഇറ്റ് ബിക്കംസ് എ ഫ്രീലി ഫോളിംഗ് ബോഡി. അപ്പോൾ എഫ് ഈസ് ഈക്വൽ ടു എത്ര തന്നെ? mg തന്നെ. എമ്മിൻ്റെ വാല്യൂ 0.1 ഇൻറ്റു ജിയുടെ വാല്യൂ 9.8. മൾട്ടിപ്ലൈ ആർ ദാറ്റ് മച്ച് ന്യൂട്ടൺ ഡൗൺവേർഡ്സ് ഈസ് എ ഫോഴ്സ് ആക്ടിങ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറായി. ഇനി സി പാർട്ട്. Just after it is dropped from the window of a train accelerating with 1 m/s². ട്രെയിനിന് ആക്സലറേഷൻ ഉണ്ട്. അപ്പോൾ യുവർ ട്രെയിൻ ഹാസ് ആൻ ആക്സലറേഷൻ. അപ്പോൾ ട്രെയിൻ ഹാസ് ആക്സലറേഷൻ. ട്രെയിൻ എന്തുണ്ട്? ആക്സലറേഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ട്രെയിനിൻ്റെ അകത്തിരിക്കുന്ന സമയത്ത് ഇൻസൈഡ് ദ ട്രെയിൻ പറയൂ. Stone will get a force. Stone will get an additional horizontal force acting. ആ ഹൊറിസോണ്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് ഈസ് ഈക്വൽ ടു എം എ ആയിരിക്കും. ബുദ്ധിമുട്ടുണ്ടോ? അപ്പോൾ ട്രെയിൻ ആക്സലേഷൻ ഉള്ളതുകൊണ്ട് സ്റ്റോണിനും ആക്സലേഷൻ ഉണ്ട്. അപ്പോൾ എങ്ങോട്ടാണ് ട്രെയിനിൻ്റെ ആക്സലേഷൻ? ട്രെയിൻ മൂവ് ചെയ്യുന്നു, ട്രെയിനിന് വെലോസിറ്റി കൂടി വരെയാണ്. വെലോസിറ്റി കൂടുമ്പോൾ ആക്സലേഷൻ ഉണ്ട് ഇൻ ദ സെയിം ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി. അപ്പോൾ ആക്സലേഷൻ ഹൊറിസോണ്ടലിയാണ്. അപ്പോൾ ഈ ഫോഴ്സും ഹൊറിസോണ്ടലിയാണ്. ഇനി ഇത് കൂടാതെ ആ സ്റ്റോണിൻ്റെ പുറത്ത് എർത്ത് താഴേക്ക് വലിക്കുന്ന കാരണം ഒരു ഫോഴ്സ് ഉണ്ട്. അപ്പോൾ ട്രെയിനിൻ്റെ അകത്തിരിക്കുന്ന സമയത്ത് സ്റ്റോണിൻ്റെ മണ്ടയിൽ 2 ഫോഴ്സ് ഉണ്ട്. ഒന്ന് ഹൊറിസോണ്ടൽ ഫോഴ്സും ഒരു ഡൗൺവേർഡ് ഫോഴ്സും. ഇനി ഈ ട്രെയിനിൽ നിന്ന് ഇതിനെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ട്രെയിനുമായിട്ട് ഇതിന് യാതൊരു ബന്ധമില്ല. സോ ഇറ്റ് ബിക്കംസ് എ ഫ്രീലി ഫോളിംഗ് ബോഡി. ശരിയല്ലേ? സോ ദ ഓൺലി ഫോഴ്സ് ആക്ടിങ് ഈസ് വാട്ട്? ആക്സലേഷൻ. സോ ഓൺലി ഫോഴ്സ് ആക്ടിങ് ഈസ് എഫ് ഈസ് ഈക്വൽ ടു mg. അതെങ്ങോട്ടാണ്? ഡൗൺവേർഡ്സ് ആണ്. കൊളാക്കരുത്. സോ അപ്പോൾ എമ്മിൻ്റെ വാല്യൂ 0.1 ഇൻറ്റു ജിയുടെ വാല്യൂ 9.8. ദാറ്റ് മച്ച് ന്യൂട്ടൺ ഡൗൺവേർഡ്സ്. ഇനി അടുത്തെന്താണ്? സ്റ്റോൺ lying on the floor of a train which is accelerating with 1 m/s². The stone being at rest relative to the train neglect air resistance throughout. ഇതാണ് ക്വസ്റ്റ്യൻ. എന്താണ് നമ്മളവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? നെറ്റ് ഫോഴ്സ് ഓൺ ട്രെയിൻ ആണ് ചോദ്യം അല്ലേ? അപ്പോൾ ട്രെയിനിൻ്റെ ഫ്ലോറിൽ കല്ല് കിടക്കുന്നു. ട്രെയിനിൻ്റെ ഫ്ലോറിൽ കല്ല് കിടന്നാൽ ഇതിൻ്റെ താഴോട്ട് അതിൻ്റെ വെയിറ്റ് ഉണ്ടല്ലേ? വെയിറ്റ് എന്ന് പറയുന്നത് mg ആണ്. അതിന് ഈക്വലായിട്ട് നോർമൽ ഫോഴ്സും ഉണ്ടാവും. അപ്പോൾ ഇത് രണ്ടും ക്യാൻസലായി. അപ്പോൾ ഇനി നിങ്ങൾ ബാക്കി കാര്യങ്ങൾ പറയുക. അപ്പോൾ വെയിറ്റ് ഉണ്ട്, നോർമൽ ഫോഴ്സ് ഉണ്ട്. ഇനി ട്രെയിനിൻ്റെ മണ്ടയിൽ ട്രെയിനിൻ്റെ അകത്താണ് ഈ കല്ല് കിടക്കുന്നത്. അപ്പോൾ ട്രെയിനിന് ഹൊറിസോണ്ടലി ഒരു ആക്സലേഷൻ ഉണ്ട് ആണല്ലോ. അപ്പോൾ ഈ സ്റ്റോണിനും ഒരു ആക്സലേഷൻ ഉണ്ട് ഹൊറിസോണ്ടലി. അപ്പോൾ സ്റ്റോണിൻ്റെ മണ്ടയിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് mA ആണ്. അപ്പോൾ എഫ് ഈസ് ഈക്വൽ ടു എം എന്ന് പറയുന്നത് 0.1 ആണ്. എയുടെ വാല്യൂ അവർ ഗിവൺ ആണ്. വാട്ട് ഈസ് എ? 1 എന്നാണ്. അപ്പോൾ ആൻസർ 0.1 × 1 എന്ന് പറഞ്ഞാൽ 0.1. അത്രയും ന്യൂട്ടൺ എന്നാണ്, ഹൊറിസോണ്ടലി എന്നാണ് അതിൻ്റെ മീനിങ്.
അപ്പോൾ ഇതൊക്കെ കൺഫ്യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറയാം. സി a stone the mass given, so what is the mass of the stone? 0.1 kilogram. See, it is dropped from the window of a train at rest. So your train is at rest, so its velocity 0, so acceleration 0, so acceleration of train 0. So see, your stone is inside the train, so acceleration of stone is also 0. So അങ്ങനെ ഇരിക്കുകയാണ് ട്രെയിനിൻ്റെ അകത്തിരിക്കുമ്പോൾ. ഇതിനെ യു ആർ ഡ്രോപ്പിംഗ്. സോ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന് ട്രെയിനുമായിട്ട് യാതൊരു ബന്ധമില്ല. ഇറ്റ് ബിക്കംസ് എ ഫ്രീലി ഫോളിംഗ് ബോഡി. സോ ദ ആക്സലേഷൻ ഈസ് ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. സോ വാട്ട് ഈസ് എ ഫോഴ്സ് ആക്ടിംഗ് ഓൺ ദ സ്റ്റോൺ? ഇറ്റ് ഈസ് mg. So m you know, g you know. So that much Newton. Then what is the next one? Your train is moving with a constant velocity. Train is moving with a constant velocity. So acceleration of train is 0. So your stone is inside. So when it is inside, the acceleration of stone is also 0. Then you are dropping the stone. So now it has no relation, no connection with the train. So it becomes a freely falling body. Its acceleration is acceleration due to gravity. So the force acting is mg. Is it clear? So m you know, g you know. So the total force you got. What is the next one? In the third case, see, your train is getting an acceleration. So train has acceleration. So when your stone is inside the train, the stone will have the same acceleration. Am I right? So the velocity of the train is increasing. So acceleration is in the same direction of velocity. So velocity is horizontally. See, acceleration is also horizontally. So the force acting on the stone is also horizontally. Force is equal to ma. So m you know, a what is the acceleration? 1. Okay, so ഇതാണ് ട്രെയിനിൻ്റെ അകത്ത് സ്റ്റോൺ ഇരിക്കുമ്പോഴുള്ള ഫോഴ്സ്. ബട്ട് വെൻ യു ഡ്രോപ്പ് ഇറ്റ്, ഇറ്റ് ഹാസ് നോ കണക്ഷൻ വിത്ത് ദ ട്രെയിൻ. So it becomes a freely falling body. See, what is of only acceleration? G is only acceleration. So the only force acting is mg. So downwards. You can calculate m you know, g you know, you calculate. Then what is the last question? See, your stone is lying on the floor of train. Am I right? So weight downwards, normal force upwards. These two cancel. See, now your train has an acceleration. What? Your train has acceleration 1 meter per second square. Am I right? See, so the stone also gets that horizontal acceleration. So the force acting is F is equal to ma. M you know, a you know. So this force is horizontal. ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? അടുത്തേക്ക് കൂടെ ഒന്ന് സൂക്ഷിച്ചോളണം. ഇത് സിമ്പിളായിട്ട് വിചാരിച്ചിരിക്കരുത്. നെക്സ്റ്റ്, one end of a string of length L is connected to a particle of mass m and other to a small peg. Peg എന്ന് പറഞ്ഞാൽ കുറ്റി on a smooth horizontal table. If the particle moves in a circle with the speed v, the net force acting is എത്ര എന്നാണ്? Directed towards the center is എന്താണ്? ഒരു സ്ട്രിങ് ഉണ്ടല്ലേ, ഒരു സ്ട്രിങ്ങിൻ്റെ ഒരു എൻഡ് കണക്റ്റഡ് ടു എ പാർട്ടിക്കിൾ ഓഫ് മാസ് എം, അതർ എൻഡ് ടു എ കുറ്റി ഓൺ എ ഹൊറിസോണ്ടൽ ടേബിൾ. അപ്പോൾ ഇവിടെ ഒരു ടേബിൾ ഉണ്ട്, ആ ടേബിളിൽ ഒരു കുറ്റി അടിച്ചിരിക്കുന്നു. സോ ദിസ് ഈസ് യുവർ കുറ്റി. ഓക്കെ, ദെൻ ഈ കുറ്റിയിൽ നിന്ന് ഒരു കയർ കെട്ടി ഒരു സ്റ്റോണിൽ കൊടുത്തിട്ടുണ്ട്. സി ദിസ് ഈസ് യുവർ സ്റ്റോൺ. ഇനി ബാക്കി പറയൂ. സ്റ്റോൺ ഇങ്ങനെ കറങ്ങുകയാണ്. ഇസ് ഇറ്റ് ക്ലിയർ? സി വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ സ്റ്റോൺ? എൽ ആണ്. ഇനി അടുത്ത കാര്യം, അപ്പോൾ യുവർ സ്റ്റോൺ ഈസ് മൂവിങ് ഇൻ എ ഹൊറിസോണ്ടൽ സർക്കിൾ. ഇനി ബാക്കി കഥകളൊക്കെ നിങ്ങൾക്ക് അറിയാം. See, if the particle moves in a circle with speed v, net force acting on the net force on the particle towards the center is, നോക്കൂ, ഇതിനകത്ത് അത്ഭുത സംഭവമൊന്നുമല്ല. ഈ സാധനം കറങ്ങുന്ന സമയത്ത് നെറ്റ് ഫോഴ്സ് എങ്ങോട്ടാണ്? ഇത് സർക്കുലർ പാത്തിലാണ്. അപ്പോൾ ഇറ്റ് റിക്വയർ സെൻട്രിപെറ്റൽ ഫോഴ്സ്. സെൻട്രിപെറ്റൽ ഫോഴ്സ് എങ്ങോട്ടാണ്? സെൻറ്ററിലോട്ടാണ്. അപ്പോൾ ഫോഴ്സ് ഈസ് ടുവേഴ്സ് സെൻറ്റർ. ഇതിന് എല്ലാവർക്കും അറിയാമെന്നുള്ള കേസ്. ഇനി ഈ ഫോഴ്സ് കൊടുക്കുന്ന ആരാണ്? സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത് ഹൊറിസോണ്ടൽ സർക്കിൾ ആണെങ്കിൽ ടെൻഷൻ പ്രൊവൈഡ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. ഞാൻ പറഞ്ഞാണ്. സോ ദ ഫോഴ്സ് ഈസ് tension. So tension is a force. Towards the center. This force provides centripetal force. So എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയോ? This is a putty peg. See, thread, a stone. See, your stone is turning. See, it is moving in a horizontal circle. See, it requires centripetal force. Centripetal force will be towards the center. This force is provided by the tension. So force is towards the center. This force is given by what? Tension provides
centripetal force. So tension is a force, it is directed towards center. അപ്പോൾ ആൻസർ ആയി. Then അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A constant retarding force 50 Newton is applied to a body of mass 20 kilogram. അപ്പോൾ റിട്ടാർഡിംഗ് ഫോഴ്സ് ആണ്. അപ്പോൾ F is equal to 50. നിങ്ങൾ യൂണിറ്റ് ഒക്കെ എഴുതിക്കോണം, -50 എന്ന് എഴുതുന്നു. റിട്ടാർഡിംഗ് ഫോഴ്സ് ആയതുകൊണ്ടാണ്. ഇനി ബോഡിയുടെ മാസ് തന്നിട്ടുണ്ട്, M is equal to 20 kilogram. ഒരു ബുദ്ധിമുട്ടില്ല. ഇനി ബോഡി ഈസ് മൂവിങ് വിത്ത് എ സ്പീഡ് 15 meter per second. How long does the body take to stop? എന്നാണ് ക്വസ്റ്റ്യൻ. So what is the initial velocity of your body? 15 meter per second. So how long does the body take to stop? So final velocity becomes 0. What is the time taken for this process? How long എന്ന് പറഞ്ഞാൽ what is the time taken? So this you have to calculate. ഒരു ബുദ്ധിമുട്ടുള്ള കേസല്ല. F എന്ന് പറഞ്ഞാൽ എന്താണ്? What is F? F is equal to ma. നമുക്കറിയാം. അപ്പോൾ F is equal to പറയൂ, M എഴുതി, A എന്ന് പറഞ്ഞാൽ എന്താണ്? V minus U by T എന്നാണ്. ഒരു കുഴപ്പമില്ല. ഇതിനകത്ത് T എന്തെന്നാണ് ക്വസ്റ്റ്യൻ? ഇത് രണ്ടും ഇന്റർചേഞ്ച് ചെയ്ത് വയ്ക്കുക. So what is T? T is equal to M into V minus U divided by F എന്നാണ്. ഇതിൽ വാല്യൂ ഇട്ട് കൊടുക്കുക. So time is equal to പറയൂ, what is M? M ന്റെ വാല്യൂ എത്രയാണ്? 20 into പറയൂ പെട്ടെന്ന്, V final velocity 0 minus initial velocity. What is initial velocity? 15 divided by പറയണം പെട്ടെന്ന്. ഫോഴ്സിൻ്റെ ആൻസർ പറയൂ. ഫോഴ്സിൻ്റെ ആൻസർ നിങ്ങൾ -50 അല്ലേ? അപ്പോൾ യു കാൽക്കുലേറ്റ്. സോ ടൈം ഈസ് ഈക്വൽ ടു ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 300 എന്ന് വരും അല്ലേ? -300 ഡിവൈഡഡ് ബൈ -50. അപ്പോൾ എത്ര വരും? ഇത് കട്ട് ചെയ്തു. സോ 6 എന്നാണ് ആൻസർ. 6 സെക്കൻഡ്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇത് 9ാം ക്ലാസ്സിൽ ഒരു കുട്ടിയുടെ കൊടുത്താലും ചെയ്യും. സോ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. You have a retarding force 50 Newton. You keep it as -50. Then it is applied to a body of mass 20 kilogram. So mass 20. Then your body is moving with a velocity 15. So it comes to rest. So final velocity becomes 0. Then what is the time taken for this process? You know F is equal to ma. Instead of a, you can write final velocity minus initial velocity divided by time. So you just interchange T and F. So T is equal to M into V minus U divided by F. Put the values. You can get the answer as 6 seconds. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. If constant force acting on a body of mass 3 kilogram changes its speed from 2 meter per second to 3.5 meter per second in 25 seconds. ഒരു ബുദ്ധിമുട്ടില്ല. We have a body of mass 3 kilogram. Its initial velocity is 2 meter per second. യൂണിറ്റ് ഒക്കെ നിങ്ങൾ എഴുതിക്കോണം. Final velocity is 3.5 meter per second. Then for this change the time taken is 25 seconds. ഇത്രയാണ് given. The direction of motion of the body remains direction of body remains same. Direction of motion of the body remains same. What is the force on it? എന്നാണ് ക്വസ്റ്റ്യൻ ഇൻകംപ്ലീറ്റ് ആണ്. What is the force? അയ്യേ, ഇത് കുറച്ച് ക്വസ്റ്റ്യൻ ആയിപ്പോയി. നമ്മുടെ 9th സ്റ്റാൻഡേർഡ് ലെവലിലുള്ള ക്വസ്റ്റ്യൻ ആയിപ്പോയി. F എന്ന് പറഞ്ഞാൽ എന്താണ്? MA എന്നാണ്. അപ്പോൾ F is equal to പറയൂ, F is equal to M അതുപോലെ എഴുതി. A എന്ന് പറഞ്ഞാൽ V minus U by T എന്നാണ്. സോ F is equal to പറയൂ, എമ്മിൻ്റെ വാല്യൂ ഉണ്ട് 3, V എന്താണ്? ഫൈനൽ വെലോസിറ്റി 3.5 മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി 2 ഡിവൈഡഡ് ബൈ ടൈം എന്ന് പറയുന്നത് എത്രയാ? 25. സോ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക, യു ക്യാൻ ഗെറ്റ് ദ ആൻസർ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവോ? സോ ദാറ്റ് മച്ച് ന്യൂട്ടൺ എന്ന ആൻസർ എഴുതിക്കൊള്ളണം. എന്തെങ്കിലും പ്രയാസം ഉണ്ടേ? സേ യു ഹാവ് എ ബോഡി ഓഫ് മാസ് 3 kilogram. Its initial velocity you know, final velocity you know. For this change of velocity, time taken is given. So what is the force acting? It is a question. Force is equal to ma. So a ക്ക് പകരം V minus U by T. You just substitute, you can get the answer. That much Newton. ഒരു ബുദ്ധിമുട്ടുമില്ല. Then അടുത്ത ക്വസ്റ്റ്യൻ വായിക്കും. A body of mass 5 kilogram is acted upon by two perpendicular forces 8 Newton and 6 Newton. അപ്പോൾ 5 kilogram മാസ് ഉള്ള ഒരു ബോഡിയെ നമുക്ക് വരയ്ക്കാം. ഇത് മിക്കവാറൊക്കെ ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റനാണ്. സോ 5 kilogram മാസ് ഉള്ള ഒരു ബോഡിയിൽ രണ്ട് പെർപെൻഡിക്കുലർ ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നു, 8 Newton and 6 Newton. നമുക്ക് വരയ്ക്കാം. സോ ദിസ് ഈസ് 8 Newton. സോ 8 Newton. അടുത്ത് ഇത് മേലോട്ട് ആക്ട് ചെയ്യുന്ന, ഇപ്പോൾ ഇത് ഇവിടെ നിന്നാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ മേലോട്ട് ആക്ട് ചെയ്യുന്നത് 6 Newton. ഓക്കെ, 6 Newtonനും 8 Newton. വരയ്ക്കുമ്പോൾ ലെങ്ത് വ്യത്യാസപ്പെടുത്തി വരയ്ക്കണം. ഗീവ് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ആക്സലേഷൻ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം.
നമുക്ക് നെറ്റ് ഫോഴ്സ് ആദ്യം കണ്ടുപിടിക്കാം. നെറ്റ് ഫോഴ്സ് അങ്ങോട്ടാണല്ലോ ആക്സലേഷൻ. അപ്പം നമുക്ക് ഇതിനെ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം. യു ക്യാൻ ഗെറ്റ് എ പാരലോഗ്രാം. ബുദ്ധിമുട്ടുണ്ടോ? സി ഇത് രണ്ടിൻ്റെ കൂടെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് ഇതല്ലേ മക്കളെ? ഇതാണ് എഫ് നെറ്റ്. അപ്പം നെറ്റ് ഫോഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾ പറയും ഇതിനെ ഞാൻ എ എന്ന് വിളിച്ചോട്ടെ, ഇതിനെ ഞാൻ ബി എന്ന് വിളിച്ചോട്ടെ. റിസൾട്ടൻ്റ് കാണാനുള്ള ഇക്വേഷൻ പറയൂ. റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ എന്നല്ലേ ആണ്. ഇവിടുത്തെ എക്കും ബിക്കും ഇടയ്ക്കുള്ള ആംഗിൾ 90 അല്ലേ? അപ്പോൾ ഇവിടുത്തെ തീറ്റ എന്ന് പറയുന്നത് 90 ആണ്. അപ്പോൾ കോസ് 90 എത്രയായി? 0 ആയി. അപ്പോൾ ആ ടേം മൊത്തത്തിലങ്ങ് പോയി. അപ്പോൾ റിസൾട്ടൻ്റ് കാണാൻ നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് എ നെറ്റ് ഫോഴ്സ്? പെട്ടെന്ന് പറ. വാട്ട് ഈസ് എ നെറ്റ് ഫോഴ്സ്? നെറ്റ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ്, പെട്ടെന്ന് പറയൂ, 8 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ. അപ്പോൾ 8 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ, പെട്ടെന്ന് പറ. അപ്പോൾ നെറ്റ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു, പെട്ടെന്ന് പറയൂ, റൂട്ട് ഓഫ് 64 പ്ലസ് 36. സോ നെറ്റ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു പറയൂ റൂട്ട് ഓഫ് 100. ആൻസർ 10 ന്യൂട്ടൺ എന്നാണ്. അപ്പോൾ നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഈസ് 10 ന്യൂട്ടൺ. ദെൻ നെറ്റ് ഫോഴ്സ് അറിയാമെങ്കിൽ ആക്സലേഷൻ എങ്ങോട്ടാണ്? അപ്പോൾ പറയൂ ആക്സലേഷൻ എങ്ങനെ കണ്ടുപിടിക്കും? ആക്സലേഷൻ ഈക്വൽ ടു എഫ് ബൈ എം എന്നാണ്. അയ്യേ, അതങ്ങനെ കിട്ടി? എഫ് ഈസ് ഈക്വൽ ടു എം എന്നാണ്. എഫ് ഈക്വൽ ടു എം എ. അതിനകത്ത് ഞാൻ ചോദിച്ചത് എ എത്രയെന്ന്. എ എന്ന് പറഞ്ഞാൽ എഫ് ബൈ എം. അപ്പോൾ ഇവിടെ എഫ് എന്ന് പറഞ്ഞാൽ എഫ് നെറ്റ് ആണ്. അപ്പോൾ 10 ഡിവൈഡഡ് ബൈ what is the mass of your body? 5. So 5. So answer 2 meter per second square. So this is a net acceleration of your body. Net acceleration is, so your net force is like this. So net acceleration will be in the same direction. So acceleration is in this direction. Am I right? See, അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഇവിടെ ഒരു ആംഗിൾ ഇടുക, തീറ്റ. ഇനി ഈ തീറ്റ കണ്ടുപിടിച്ച് കാണിച്ചു കൊടുക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കിവിടെ ഈ സൈഡുണ്ട് എത്ര? 8. ഈ സൈഡ് ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചു. ഇത് എത്രയാ? ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചതേ ഉള്ളൂ 10. അപ്പോൾ ഇത് 8 പറ, ഇത് 8. ഇതിപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു എത്രയാ? 10. അപ്പോൾ ഇത് രണ്ടിൻ്റെയും കൂടെ വെച്ചിട്ട് നോക്കൂ, ഈ ആംഗിളിൻ്റെ അഡ്ജസൻ്റ് സൈഡാണിത്, ഹൈപ്പോട്ടന്യൂസ് ആണിത്. അഡ്ജസൻ്റ് ഹൈപ്പോട്ടന്യൂസും വരുന്ന ട്രിഗണോമെട്രിക് റേഷ്യോ ഏതാ? കോസ് അല്ലേ? അപ്പോൾ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു, പെട്ടെന്ന് പറ, അഡ്ജസൻ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ 8/10. അപ്പോൾ കോസ് തീറ്റയുടെ ആൻസർ എത്ര വരും? കോസ് തീറ്റ ഇസ് ഈക്വൽ ടു 0.8 എന്ന് വരും. 0.8. ഇനി അടുത്ത തീറ്റ എങ്ങനെ കാണും? തീറ്റ ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 0.8 എന്ന് എഴുതണം. ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാമെങ്കിൽ ടേബിളിൽ നോക്കി കാൽക്കുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇതുപോലെ എഴുതിയാലും മതി. അപ്പോൾ എല്ലാ കാര്യങ്ങളുമായി നെറ്റ് ആക്സലേഷൻ ഈസ് 2 meter per second square. ഇറ്റ് മേക്സ് an angle theta equal to cos inverse 0.8 with 8 Newton force എന്ന് ഫൈനൽ ആൻസർ എഴുതി വെക്കണം. സോ എന്തൊക്കെയാണ്? ഹിയർ യു ഹാവ് എ ബോഡി മാസ് 5 kilogram. So how many forces are acting there? 2 forces. What are they? 8 Newton and 6 Newton. So in mutually perpendicular direction. So angle between the forces is 90. Then you have to calculate the magnitude and direction of net acceleration of your body. See, 2 forces acting. Am I right? So the net force will be like this. Am I right? So this is a net force. How can you calculate the net force? Using parallelogram law of vector addition, one can write resultant is equal to root of a square plus b square plus 2ab cos theta. Here angle between the two vectors is 90. So theta is 90. So the last term cancelled. You get r equal to root of a square plus b square. Put the values. What is a? 8. What is b? 6. So you put the values. The net force will be 10 Newton. So net force is 10 Newton. So what will be the net acceleration? Acceleration equal to f by m. So f by m. Here f net by m. So 10/5. So your acceleration is 2 meter per second square. Net force is in this direction. So acceleration is in the same direction. Am I right? So you have to mention the angle. So what is theta? How can you calculate theta? So see, here you have adjacent side, hypotenuse. So using these two, you can form which trigonometric ratio? Cos. So cos theta is equal to adjacent by hypotenuse. Then 8/10. So cos theta equal to 0.8. Then theta equal to cos inverse 0.8. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇതിന് പകരം സൈൻ തീറ്റ എടുത്ത കുഴപ്പമല്ല ഉണ്ടായിരുന്നോ? ഒരു കുഴപ്പമില്ലായിരുന്നു. കാരണം ഈ സൈഡ് നിങ്ങൾക്ക് അറിയാം, ഈ സൈഡ് 6 ആണ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ന്യൂസും വെച്ചിട്ട് സൈൻ തീറ്റ എടുത്തിട്ട് തീറ്റ കണ്ടുപിടിച്ചാലും മതി, ഒരു കുഴപ്പമില്ല. ഇനി അടുത്ത നമുക്ക് ഈ സൈഡ് എന്നൊക്കെ ഓപ്പോസിറ്റ് സൈഡും ഉണ്ട്, അഡ്ജസന്റ് സൈഡും ഉണ്ട്. അപ്പം ടാൻ തീറ്റ എടുത്തിട്ട് കണ്ടുപിടിച്ചാലും മതി. അപ്പം നമ്മളിപ്പോൾ ഏതാണ്ട് ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു പറ, എങ്ങനെ എടുക്കും? ഓപ്പോസിറ്റ് അല്ലെങ്കിൽ പോട്ടെ, സൈൻ തീറ്റ എടുക്കാം നമുക്ക്. സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു എങ്ങനെ എടുത്തന്നെ നമ്മൾ? സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് 6 ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് 10. അപ്പോൾ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു 0.6 എന്ന് എഴുതും. അപ്പോൾ തീറ്റ ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 0.6 എന്ന് എഴുതിയനെ. ഇതും കറക്റ്റാണ്.
ഇനി ടാൻ തീറ്റ എന്നാണ് എടുക്കുന്നതെങ്കിൽ അങ്ങനെ വരും. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു പറ, ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് 6/8. അപ്പോൾ ഇതിന് തീറ്റ ഈസ് ഈക്വൽ ടു പറ ടാൻ ഇൻവേഴ്സ് 6/8. ഇതിനെ സിംപ്ലിഫൈ ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയും കിട്ടാം. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ ആൻസറാണ്. അപ്പോൾ എല്ലാത്തിൻ്റെ ആൻസറും സെയിം ആണ്. ഏത് രീതിയിൽ എങ്കിലും ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു രീതി ചെയ്യുക. അപ്പോൾ സൈൻ തീറ്റയോ കോസ് തീറ്റയോ ടാൻ തീറ്റയോ നിങ്ങൾക്ക് ആരെയാണോ ഇഷ്ടം അവരെ വെച്ചിട്ട് പ്രോബ്ലം ചെയ്യുക. ഏതെടുത്താലും ആൻസർ കിട്ടും. ഫൈനലി തീറ്റയുടെ ആൻസർ 3 കേസ് ചെയ്താലും ഒരുപോലെ കിട്ടും കേട്ടോ. നൗ വി മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നല്ല ക്വസ്റ്റ്യൻ ആണ്, വായിച്ചോ. The driver of a 3-wheeler moving with a speed 36 km/h sees a child standing in the middle of the road and brings his vehicle to rest in 4 seconds just in his time to save the child. ഒരു 3-wheeler വരുന്നു. Its initial velocity given 36 km/h അല്ലേ. ഇതിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കുക പറഞ്ഞോ. ഇപ്പോൾ 36 × 5/18 അത്രയും മീറ്റർ പെർ സെക്കൻഡ്. 1ാം ക്ലാസ്സിലേക്ക് കൺവേർഷൻ പഠിച്ചതാണ്. ഇത് ചെയ്യുമ്പോൾ 10 എന്ന് വരും. സോ 10 meter per second. So this is the initial velocity. So it comes to rest. So final velocity 0 ആയി. റോഡിൽ ഒരു ചൈൽഡ് ഇരുന്ന് കളിക്കുന്നുണ്ട്, ഓട്ടോറിക്ഷക്കാരൻ ബ്രേക്ക് ചെയ്ത് നിർത്തി. സോ ടൈം ടേക്കൺ ഫോർ ദിസ് പ്രോസസ് ഈസ് ജസ്റ്റ് 4 seconds. ദെൻ അടുത്തെന്താണ്, വാട്ട് ഈസ് എ റിട്ടാർഡിംഗ് ഫോഴ്സ് ഓൺ ദ വെഹിക്കിൾ? എഫ് എത്രയെന്ന്? എഫ് എന്ന് പറഞ്ഞാൽ എം എന്നാണ്. അപ്പോൾ ഇസ് ഈക്വൽ ടു എം അതുപോലെ എഴുതി. എ എന്ന് പറഞ്ഞാൽ വി മൈനസ് യു ഡിവൈഡഡ് ബൈ ടി എന്നാണ്. ജസ്റ്റ് പുട്ട് ദ വാല്യൂസ്. പറയൂ എം എത്ര? വാട്ട് ഈസ് എം? നമ്മളിവിടെ പറയുന്നുണ്ട് എം എന്ന് പറഞ്ഞാൽ എത്രയും നോക്കൂ. ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളിൻ്റെ മാസ് 65. ഇനി ഓട്ടോറിക്ഷയുടേത് 400. അപ്പോൾ വാട്ട് ഈസ് എ ടോട്ടൽ മാസ്? മാസ് എന്ന് പറയുന്നത് 400 + 65 465. അപ്പോൾ ഇതാണ് എം ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ 465 ഇൻറ്റു പറയൂ ഫൈനൽ വെലോസിറ്റി 0 മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി 10 ഡിവൈഡഡ് ബൈ ടൈം 4. സോ യു ക്യാൻ ഗെറ്റ് എ നെഗറ്റീവ് ആൻസർ ദാറ്റ് മച്ച് ന്യൂട്ടൺ. സോ നെഗറ്റീവ് ഷോസ് ഇറ്റ് ഈസ് റിട്ടാർഡിംഗ് ഫോഴ്സ്. റിട്ടാർഡിംഗ് ഫോഴ്സ് ആയതുകൊണ്ടാണ് എന്തെന്ന് വന്നത്, നെഗറ്റീവ് വന്നത്. സിമ്പിൾ ക്വസ്റ്റൻ അല്ലേ? ഇതൊക്കെ 9th സ്റ്റാൻഡേർഡ് ലെവലേ ആവുന്നുള്ളൂ. സോ ഹിയർ യു ക്യാൻ ഫൈൻഡ് ആൻ ഓട്ടോറിക്ഷ മൂവിങ് അറ്റ് എ സ്പീഡ് 36 km/h. യു കൺവേർട്ട് ദാറ്റ് ടു മീറ്റർ പെർ സെക്കൻഡ്. യു ജസ്റ്റ് മൾട്ടിപ്ലൈ ബൈ 5/18. So you are getting answer as 10 meter per second. Then what is the final velocity? So your autorickshaw is coming to rest. So after applying the brakes, so final velocity is 0. So what is the time taken for this process? It is 4 seconds. Then what is the total mass here? The total mass is a mass of autorickshaw plus mass of the person driving it. So total mass is 400 plus 65. It is equal to 465. Then what is the equation to calculate force? Force is equal to ma. Instead of a you write v minus u by t. Put the values. So you can get a negative answer. Negative shows that it is a retarding force. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കൂടെ വായിക്കൂ. അടുത്ത ഒരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ്, പെട്ടെന്ന് വായിക്കൂ. തെറ്റിക്കാനൊക്കെ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. എ ബോബ് ഓഫ് മാസ് 0.1 kilogram hung from the ceiling of a room by a string 2 meter long is set into oscillation എന്നാണ്. സിമ്പിൾ പെൻഡുലം എക്സ്പെരിമെൻ്റ് ഒന്നും നിങ്ങൾ ചെയ്ത് കാണാൻ ചാൻസ് ഇല്ല. അപ്പം നിങ്ങൾ ലാബിൽ പോകുമായിരുന്നെങ്കിൽ, സ്കൂളിൽ പോകുമായിരുന്നെങ്കിൽ ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ. സിമ്പിൾ പെൻഡുലം എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാൻഡിൽ നിന്ന് ഒരു ത്രെഡ് കണ്ടോ, ഈ ത്രെഡിൻ്റെ അറ്റത്ത് ഒരു ഉണ്ട കെട്ടി തൂക്കിയിട്ട് നമ്മളിങ്ങനെ ഓസിലേറ്റ് ചെയ്യും. ഇത് അങ്ങോട്ടും പോവും, അവിടെ നിന്ന് ഇങ്ങോട്ടും വരും. അപ്പോൾ ഈ ഉണ്ടയെ വിളിക്കുന്ന പേരാണ് ബോബ്. എന്താണ്? ബോബ്. മറക്കരുത്. അപ്പോൾ ഉണ്ടയുടെ പേരെന്താണ്? ബോബ് എന്നാണ്. ഇനി ഇപ്പം നോക്കൂ, ഇപ്പം ഈ നിൽക്കുന്ന ഈ പൊസിഷനെ മീൻ പൊസിഷൻ എന്നാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? ഈ നടുക്കുള്ള പൊസിഷൻ്റെ പേരെന്താണ് മക്കളെ? മീൻ പൊസിഷൻ. ഇത് ഓസിലേഷൻ സമയത്ത് ഇങ്ങേറ്റത്തും എത്തും, അതുപോലെ ഇങ്ങേറ്റത്തും എത്തും. ഈ 2 പൊസിഷൻസിനെ പറയുന്ന പേരാണ് എക്സ്ട്രീം പൊസിഷൻ. എന്താ പറയുക? എക്സ്ട്രീം പൊസിഷൻ. അപ്പോൾ ഇവിടെ 2 സ്ഥലത്തും എന്ത് പൊസിഷൻ ഉണ്ട്? എക്സ്ട്രീം പൊസിഷൻ. അപ്പോൾ 2 എക്സ്ട്രീം പൊസിഷനും ഒരു മീൻ പൊസിഷനും ഉണ്ട്. ഇനി എന്താണ് 1 ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ? ഇവിടെ നിന്ന് തുടങ്ങുന്നതെന്ന് വെച്ചോളൂ. ഇവിടാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. സോ ദിസ് ഈസ് എ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് അങ്ങ് പോയി തിരിച്ചു വരുന്നതാണ് ഒരു ഓസിലേഷൻ. ഓക്കെ, ഇതാണ് ഒരു ഓസിലേഷൻ. അതൊക്കെ ആയിക്കോട്ടെ. ദെൻ ഈ ഉണ്ടയുടെ മാസ് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് എ മാസ് ഓഫ് ദ ഉണ്ട? 0.1 kilogram. ദെൻ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട് 2 meter. അവിടെ ഇരുന്നോട്ടെ. സോ ഇറ്റ് ഈസ് അണ്ടർഗോയിങ് ഓസിലേഷൻ. ദ സ്പീഡ് ഓഫ് ദ ബോബ് അറ്റ് ഇറ്റ്സ് മീൻ പൊസിഷൻ ഈസ് 1 meter per second. ഇനി ഒരു കാര്യം കൂടെ പറയാം. നമ്മളിത് ഓസിലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ സ്ലോ മോഷൻ നമ്മൾ ചെക്ക് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും. ഈ സാധനം ഈ എക്സ്ട്രീം പൊസിഷനിൽ ചെല്ലുമ്പോൾ
അത് ജസ്റ്റ് ഒന്ന് നിൽക്കുന്നുണ്ട്, അവിടെ നിന്നിട്ടാണ് പിന്നെ തിരിച്ചു വരുന്നത്. സോ ഈ പൊസിഷനിലുള്ള വെലോസിറ്റി എത്രയാവും? 0. അപ്പോൾ സ്ലോ മോഷൻ ചെക്ക് ചെയ്താൽ യു ക്യാൻ ഫൈൻഡ് ഇറ്റ്. സോ ആ സൈഡിൽ വെലോസിറ്റി 0 ആവും, അതുപോലെ ഈ സൈഡിലും വെലോസിറ്റി 0 ആവും. അപ്പോൾ രണ്ട് എക്സ്ട്രീം പൊസിഷനിലും വെലോസിറ്റിയുടെ വാല്യൂ എത്രയാവും? 0 ആവും. ഇനി ഇതിനെ മാക്സിമം വെലോസിറ്റിയുള്ള ഈ പൊസിഷനെയാണ് നമ്മൾ മീൻ പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അതിൻ്റെ വെലോസിറ്റി മാക്സിമം ആണ്. അപ്പോൾ വെലോസിറ്റി എപ്പോഴാണ് മാക്സിമം? മീൻ പൊസിഷനിൽ വരുമ്പോഴാണ് മാക്സിമം. നിങ്ങൾ ഊഞ്ഞാലിലിരുന്ന് ആടിയിട്ടുണ്ടോ? ഊഞ്ഞാൽ എന്ന സ്വിങ്ങിൻ്റെ കേസിൽ ഇത് തന്നെ. നമ്മൾ ഊഞ്ഞാലടിയ ആളിനറിയാം, ഇങ്ങനെ ഓസിലേറ്റ് ചെയ്ത് അങ്ങേറ്റം ചെല്ലുമ്പോൾ അവിടെ ഒരു നിമിഷം നിന്നിട്ടാണ് തിരിച്ചു വരുന്നത്, അവിടെ ഒന്ന് നിന്നിട്ടാണ് തിരിച്ചു വരുന്നത്. ഏറ്റവും വെലോസിറ്റി ഉള്ള പൊസിഷൻ ആ നടുക്കുള്ള പൊസിഷനാണ്, അതിനെയാണ് നമ്മൾ മീൻ പൊസിഷൻ എന്ന് പറയുന്നത്. ഇത്രയും നമുക്കറിയാം. ഇനി നമ്മളത് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനുകൾ ശ്രദ്ധിക്കൂ. വാട്ട് ഈസ് എ ട്രാജക്ടറി ഓഫ് ദ ബോബ് ഇഫ് ദ സ്ട്രിങ് ഈസ് കട്ട് വെൻ ദ ബോബ് ഈസ് അറ്റ് വൺ ഓഫ് ദ എക്സ്ട്രീം പൊസിഷൻസ്? നമ്മുടെ നോക്കിക്കോളൂ, ഇതിപ്പോൾ ഇവിടെ എത്തി അല്ലെങ്കിൽ ഇവിടെ എത്തി, ഇത് എക്സ്ട്രീം പൊസിഷൻ ആണല്ലോ. ഈ എക്സ്ട്രീം പൊസിഷനിൽ എത്തുന്ന സമയത്ത് നമ്മൾ ഇതിനെ അങ്ങ് കട്ട് ചെയ്യുന്നു. ആരെയാ? നമ്മുടെ ഈ ത്രെഡിനെ അങ്ങ് കട്ട് ചെയ്യുന്നു. ത്രെഡിനെ കട്ട് ചെയ്യട്ടെ. അപ്പം ത്രെഡിനെ കട്ട് ചെയ്താൽ എന്ത് സംഭവിക്കും? ഏത് പാത്തിൽ ബോബ് വീഴും? നിങ്ങൾ തന്നെ പറയാം. ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഇറ്റ്സ് വെലോസിറ്റി 0. ഇതിൻ്റെ വെലോസിറ്റി എത്രയാണ്? 0 ആണ്. ആ സമയത്താണ് നിങ്ങളിത് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. കട്ട് ചെയ്ത് കൊടുത്താൽ ഇത് നേരെ അങ്ങ് താഴെ ചെന്ന് വീഴലേ ഉള്ളൂ. ബിക്കോസ് ഇറ്റ്സ് വെലോസിറ്റി 0. ഇവിടെ വെലോസിറ്റി 0 ആയിട്ടിരിക്കുകയാണ്. പിടിവിട്ടാൽ അത് നേരെ താഴോട്ടേ പോകും. സോ ഇറ്റ് മൂവ്സ് ഇൻ സ്ട്രെയിറ്റ് ലൈൻ വെർട്ടിക്കലി ഡൗൺവേർഡ്സ്. ഒരു ബുദ്ധിമുട്ടുമില്ല. ഇനി നിങ്ങൾ ഈ പ്രോസസ്സ് ചെയ്യുന്നത് അറ്റ് ദ മെയിൻ പൊസിഷനിലാണെങ്കിൽ, നമ്മൾ ഈ ബോബ് ഇവിടെ എത്തുന്ന സമയത്താണ് നിങ്ങൾ ഇതേപോലെ കത്രിക പ്രയോഗം നടത്തുന്നതെങ്കിൽ അതെന്ത് ചെയ്യും എന്നാണ് ക്വസ്റ്റ്യൻ. ഇവിടെ വെച്ച് നിങ്ങൾ പറയൂ, ഇതിപ്പോൾ ഓസലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ മക്കളെ? ഇങ്ങനെ ഓസലേറ്റ് ചെയ്ത് വരുന്ന സമയത്താണ് നിങ്ങളിത് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ തന്നെ പറയൂ. ഇവിടെ വെച്ചിട്ട് അതിനൊരു വെലോസിറ്റി ഉണ്ട്. ഈ വെലോസിറ്റി അറിയണമെങ്കിൽ നമ്മളിവിടെ ഒരു ടാൻജൻറ്റ് വരച്ചാൽ മതി. ഇപ്പം ഇതാണ് വെലോസിറ്റിയുടെ ഡയറക്ഷൻ ആണല്ലോ. ഇവിടെ വെച്ച് നിങ്ങൾ കട്ട് ചെയ്ത് കൊടുത്താൽ ഇതിങ്ങനെ തെറിച്ചങ്ങ് പോകും. കണ്ടോ? ഇതിങ്ങനെ തെറിച്ചിട്ട് നേരെ താഴോട്ട് പോകും. അപ്പോൾ ഇത് എന്ത് പാത്തിൽ പോകും? ഒരു പരാബോളിക് പാത്തിൽ പോകും. അപ്പോൾ ഓർത്ത് വയ്ക്കണം, മിഡിലിൽ വെച്ചാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ അതൊരു പരാബോളിക് പാത്തിലായിരിക്കും തെറിച്ചു പോകുന്നത്. അപ്പം നമ്മൾ നേരെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ചിന്തിക്കുന്നത്. നമ്മൾ ചിന്തിക്കുന്നത് എന്തായിരിക്കും? രണ്ട് സൈഡിൽ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്ന സമയത്ത് അങ്ങേറ്റത്ത് എത്തുമ്പോഴത്തേക്ക് വെട്ടിക്കൊടുത്താൽ തെറിച്ച് അങ്ങോട്ട് പോകുന്നതായിരിക്കും. ഇങ്ങേറ്റത്ത് വരുമ്പോഴത്തേക്ക് ഇത് തെറിച്ച് അങ്ങോട്ട് പോകും. അപ്പോൾ പരാബോളിക് പാത്തിൽ പോകുന്ന രണ്ട് സൈഡിലാണെന്ന് നമ്മൾ വിചാരിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയല്ല, രണ്ട് എക്സ്ട്രീം പൊസിഷനിൽ ചെല്ലുമ്പോഴത്തേക്ക് ത്രെഡ് കട്ട് ചെയ്താൽ it moves vertically downwards. Because its velocity becomes 0 at those instants. At the mean position, velocity is maximum. So when you cut, so it moves like this. It follows a parabolic path. അപ്പോൾ ഓർത്ത് വയ്ക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. അത് കൂടുതലൊന്നും പറയണ്ടല്ലോ. സോ മിഡിൽ പൊസിഷൻ, what is the name? It is mean position. These two positions are called extreme position. Then what is the velocity at extreme position? 0. What is the velocity at mean position? Maximum. ഓർത്തിരിക്കുമല്ലോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വായിക്കൂ അടുത്ത ക്വസ്റ്റ്യൻ. A man of mass 70 kg stands on a weighing scale in lift which is moving upwards with uniform speed 10 meter per second square. നമ്മൾ ഫിസിക്സ് പഠിച്ച് ഭ്രാന്തായപ്പോഴത്തേക്ക് അയാൾ എന്ത് ചെയ്യുന്നു? ലിഫ്റ്റിനകത്ത് കയറിയപ്പോൾ ഒരു വെയിങ് മെഷീനും കൊണ്ടാണ് കയറിയത്. എന്നിട്ട് പഠിപ്പിച്ചതെല്ലാം സാറ് പഠിപ്പിച്ചതെല്ലാം ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാണ്. അപ്പോൾ വെയിങ് മെഷീൻ്റെ മണ്ടയിൽ കയറി അയാൾ നിൽക്കുന്നു. ഓക്കെ, അവിടെ നിന്നോട്ടെ. നിന്നിട്ട് ലിഫ്റ്റ് എങ്ങനെ പോകുന്നു? ലിഫ്റ്റ് ഈസ് മൂവിങ് അപ്വേർഡ്സ് വിത്ത് യൂണിഫോം സ്പീഡ്. അപ്പോൾ ലിഫ്റ്റ് പോകുന്നത് കോൺസ്റ്റന്റ് സ്പീഡിലാണ്. കോൺസ്റ്റന്റ് സ്പീഡിൽ പോയാൽ പറയൂ, കോൺസ്റ്റന്റ് സ്പീഡിൽ പോയാൽ ആക്സലേഷൻ എത്ര? 0. അപ്പോൾ ആക്സലേഷൻ 0. ആക്സലേഷൻ 0 ആണെങ്കിൽ നമ്മൾ പഠിച്ചതാണ്, ദ പേഴ്സൺ ഫീൽസ് ഹിസ് ഓൺ വെയിറ്റ്. അയാളുടെ ഒറിജിനൽ വെയിറ്റ് ഫീൽ ചെയ്യും. അയാളുടെ മാസ് എത്രയാ? മാസ് എന്ന് പറയുന്നത് 70 കിലോഗ്രാം ആണ്. ആണോ? അങ്ങനെയാണെങ്കിൽ അയാളുടെ വെയിറ്റ് എത്രയെന്നറിയാമോ? ഞാനൊരു കാര്യം പറഞ്ഞിട്ട് പറയാം. നമുക്ക് ആൻസർ വേണമെങ്കിൽ ന്യൂട്ടണിലും പറയാം, അല്ലെങ്കിൽ കിലോഗ്രാം വെയിറ്റിലും പറയാം. ഏത് യൂണിറ്റിൽ വേണമെങ്കിലും പറയാം. ഇങ്ങോട്ട് നോക്കൂ. നമ്മൾ എം കിലോഗ്രാം മാസ് ഉള്ള ഒരു ബോഡി, എം കിലോഗ്രാം മാസ് ഉള്ള ഒരു ബോഡിയുടെ വെയിറ്റ് എത്ര എന്ന് ഒരാൾ ചോദിച്ചാൽ നിങ്ങൾക്ക് ആൻസർ എം ജി ന്യൂട്ടൺ എന്നോ അല്ലെങ്കിൽ എം കിലോഗ്രാം വെയിറ്റ് എന്നോ പറയാം. മറക്കരുത്. സോ യു ഹാവ് എ ബോഡി ഓഫ് മാസ് എം കിലോഗ്രാം, then what is its weight? Answer mg ന്യൂട്ടൺ എന്ന് പറയാം, അല്ലെങ്കിൽ എം കിലോഗ്രാം വെയിറ്റ് എന്ന് പറയാം. അതിനകത്ത് ഡൗട്ട് ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ 5 കിലോഗ്രാം മാസ് ഉള്ള ഒരു ബോഡി ആണെങ്കിൽ, 5 കിലോഗ്രാം മാസ് ഉള്ള ഒരു ബോഡി ആണെങ്കിൽ വാട്ട് ഈസ് എ വെയിറ്റ്?
വെയിറ്റ് എന്ന് പറയുന്നത് 5 ഇൻറ്റു ജി, അതായത് 5 ഇൻറ്റു 9.8 ദാറ്റ് മച്ച് ന്യൂട്ടൺ എന്നോ അല്ലെങ്കിൽ 5 കിലോഗ്രാം വെയിറ്റ് എന്നോ പറയാം. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അപ്പോൾ ഇതാണ് സംഭവം. ഇനി നിങ്ങൾ പറയൂ, ഈ നമ്മുടെ ആ വെയിങ് മെഷീനകത്ത് നിങ്ങൾ കാണുന്നത് ന്യൂട്ടണിലല്ല, നിങ്ങൾ ആ വെയിങ് മെഷീനിൽ കാണുന്നത് എന്തിലാണ്? നമ്മൾ കിലോഗ്രാം വെയിറ്റിലാണ് റീഡിങ് കാണുന്നത്, അങ്ങനെയല്ലേ? അല്ലാതെ അതിനകത്ത് ന്യൂട്ടണിലല്ല നമ്മൾ കാണുന്നത്. അപ്പോൾ വാട്ട് ഈസ് എ റീഡിങ് ഓൺ വെയിങ് സ്കെയിൽ എന്നാണ് ക്വസ്റ്റ്യൻ. വെൻ ദ ലിഫ്റ്റ് ഈസ് മൂവിങ് upwards with the uniform speed at 10 meter per second. ഇങ്ങോട്ട് നോക്കോളെ, കോൺസ്റ്റന്റ് സ്പീഡിലാണ് പോകുന്നത്, ആക്സലേഷൻ 0 ആണെങ്കിൽ ദ പേഴ്സൺ ഫീൽസ് ഹിസ് ഓൺ വെയിറ്റ് എന്നാണ് നമ്മൾ പഠിപ്പിച്ചത്. അപ്പോൾ റീഡിങ് എത്രയായിരിക്കും? റീഡിങ് മാസ് 70 കിലോഗ്രാം ആണ്. അപ്പോൾ വെയിറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 70 കിലോഗ്രാം വെയിറ്റ് തന്നെ കാണും. അല്ലെങ്കിൽ നമ്മൾ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തെന്ന് പറയേണ്ടി വരും? 70 ഇൻറ്റു 9.8 അത്രയും ന്യൂട്ടൺ എന്ന് വേണമെങ്കിലും പറയാം. മനസ്സിലായോ? ഇനി രണ്ടാമത്തെ കേസ്, വാട്ട് ഈസ് എ സെക്കൻഡ് കേസ്? പറയൂ. മൂവിങ് ഡൗൺവേർഡ്സ് വിത്ത് യൂണിഫോം ആക്സലേഷൻ. ഡൗൺവേർഡ് ആണ് പോകുന്നതെങ്കിൽ വാട്ട് ഈസ് എ വെയിറ്റ്? ദ പേഴ്സൺ ഫീൽസ് എ ഡിക്രീസ് ഓഫ് വെയിറ്റ് ആണ് ഫീൽ ചെയ്യുന്നത്. പറയൂ, ഡിക്രീസ് ഓഫ് വെയിറ്റ് എത്രയെന്ന് ഫീൽ ചെയ്യും? എം ഇൻറ്റു നമ്മൾ പഠിച്ചാണ് ജി മൈനസ് എ എന്നാണ് ഫീൽ ചെയ്യുന്നത്. സോ എം എത്രയാ? 70 ഇൻറ്റു ജിയുടെ വാല്യൂ, നമുക്ക് ജിയുടെ വാല്യൂ നിങ്ങളിവിടെ ജിയുടെ വാല്യൂ 9.8. സോ 9.8 വെച്ച് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ചില പ്രോബ്ലത്തിൽ ഒരു 10 എന്ന് തന്നേക്കും, അങ്ങനെയാണെങ്കിൽ അത് എടുത്താൽ മതി. 9.8 മൈനസ് എയുടെ വാല്യൂ എത്ര? വാട്ട് ഈസ് ആക്സലേഷൻ? 5. സോ ഇത് കാൽക്കുലേറ്റ് ചെയ്യുക, യു വിൽ ഗെറ്റ് ആൻ ആൻസർ. ഈ ആൻസർ എന്തിലാണ് കിട്ടുന്നത്? ന്യൂട്ടണിലാണ് കിട്ടുന്നത്. ഇനി ഓർത്ത് വെച്ചോണം, 1 കിലോഗ്രാം വെയിറ്റ് എന്ന് പറഞ്ഞാൽ 9.8 ന്യൂട്ടൺ ആണ്. 1 കിലോഗ്രാം വെയിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 9.8 ന്യൂട്ടൺ ആണ്. അപ്പോൾ കിലോഗ്രാം വെയിറ്റിനെ ന്യൂട്ടണിലോട്ട് മാറ്റണമെങ്കിൽ 9.8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 9.8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ന്യൂട്ടണിനെ കിലോഗ്രാം വെയിറ്റിലോട്ട് മാറ്റാൻ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 9.8 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ കിട്ടിയ ആൻസറിനെ 9.8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ദാറ്റ് മച്ച് കിലോഗ്രാം വെയിറ്റ്. ഇതാണ് റീഡിങ്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇതാണ് റീഡിങ് അതിനകത്ത് നിങ്ങൾ കാണുന്നത്. ഇനി മൂന്നാമത്തെ പറയുമ്പോൾ ഇത് മനസ്സിലാവുന്നവർക്ക് മനസ്സിലായിക്കോളും. തേർഡ്, യുവർ ലിഫ്റ്റ് ഈസ് മൂവിങ് അപ്വേർഡ്സ് വിത്ത് യൂണിഫോം ആക്സലേഷൻ 5. നിങ്ങളുടെ ലിഫ്റ്റ് മേലോട്ടാണ് പോകുന്നത്. ലിഫ്റ്റ് മേലോട്ട് പോകുമ്പോൾ ദ പേഴ്സൺ ഫീൽസ്, പറയൂ എത്രയാണ് പറഞ്ഞത്? ഇൻക്രീസ് ഓഫ് വെയിറ്റ് എം ഇൻറ്റു ജി പ്ലസ് എ എന്നാണ് പറഞ്ഞത്. ഇനി ബാക്കി പറയൂ, എം എത്രയാ? 70 ഇൻറ്റു പറയൂ 9.8 പ്ലസ് 5. കാൽക്കുലേറ്റ് ചെയ്യുക, യു വിൽ ഗെറ്റ് ആൻ ആൻസർ ഇൻ ന്യൂട്ടൺ. ഈ കിട്ടിയ ആൻസറിനെ എന്തിലോട്ട് മാറ്റണം? കിലോഗ്രാം വെയിറ്റിൽ. എന്തിനാണ് കിലോഗ്രാം വെയിറ്റിലോട്ട് മാറ്റുന്നത്? റീഡിങ് കാണിക്കുന്ന കിലോഗ്രാം വെയിറ്റിലായതുകൊണ്ടാണ്. അപ്പോൾ ഇതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 9.8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ദാറ്റ് മച്ച് കിലോഗ്രാം വെയിറ്റ്. ഇറ്റ് ഈസ് എ റീഡിങ് ഷോൺ ബൈ ദ മെഷീൻ. ഇനി അടുത്തെന്താണ്? വാട്ട് വുഡ് ബി ദ റീഡിങ് ഇഫ് ദ ലിഫ്റ്റ് മെക്കാനിസം ഈസ് ഫെയിൽഡ് ആൻഡ് ഇറ്റ് ഹർൽഡ് ഡൗൺ ഫ്രീലി അണ്ടർ ഗ്രാവിറ്റി. അടിപൊളി. എല്ലാം കൂടെ പൊട്ടിയടിച്ച് താഴേക്ക് വീഴുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ എന്താണ് സംഭവിക്കുക? ബാക്കി ഞാൻ എഴുതാം. സി വാട്ട് ഈസ്, നമുക്ക് ഫീൽ ചെയ്യുന്ന എന്താണ്? ഫീൽ ചെയ്യുന്ന എത്രയാ? നോ വെയിറ്റ് അറ്റ് ഓൾ. ദ പേഴ്സൺ ഫീൽസ് നോ വെയിറ്റ് അറ്റ് ഓൾ. മനസ്സിലായില്ലേ? ദ പേഴ്സൺ ബിക്കംസ് എ ഫ്രീലി ഫോളിംഗ് ബോഡി, ഹി ഫീൽസ് നോ വെയിറ്റ് അറ്റ് ഓൾ. സോ റീഡിങ് വിൽ ബി 0. അപ്പോൾ നിങ്ങൾ ഓർക്കുക, ലിഫ്റ്റിലേക്ക് കയറി പോകുമ്പോഴത്തേക്ക് വെയിങ് മെഷീനിൽ കൂടെ കൊണ്ടുപോകുക, അതിൻ്റെ റീഡിങ് 0 ആണെങ്കിൽ ഓർക്കുക, അടിപൊളിയായി, അന്ത്യം എടുത്തു. അപ്പോൾ ഓർത്ത് വയ്ക്കുക. അപ്പോൾ ലിഫ്റ്റിൽ കയറുമ്പോഴത്തേക്ക് പ്രാർത്ഥിക്കണം, ദൈവമേ ഇതിൻ്റെ റീഡിങ് 0 ആക്കരുതേ എന്ന് പ്രാർത്ഥിച്ച് വേണം കയറാൻ. ഓക്കെ. അപ്പോൾ പൊട്ടിയടിച്ച് താഴേക്ക് വീണാൽ റീഡിങ് എത്രയാവും? 0 ആവും. മറക്കരുത്, ഇല്ലാതാക്കരുത്. അത് നല്ല സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. സോ ഞാനിത് ഫുള്ളായിട്ടും ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. നോക്കിക്കോളൂ എന്തൊക്കെയാണ്. സി വി ഹാവ് എ മാൻ ഓഫ് മാസ് 70 കിലോഗ്രാം സ്റ്റാൻഡിങ് ഇൻ എ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് ആദ്യം കഥകളെല്ലാം പറയാം. മാസ് m കിലോഗ്രാം. ഓക്കെ. വാട്ട് ഈസ് എ വെയിറ്റ്? വെയിറ്റ് ഈസ് ഈക്വൽ ടു mg ന്യൂട്ടൺ ഓർ m കിലോഗ്രാം വെയിറ്റ്. ഇത് മനസ്സിലാകാത്ത ആരുമില്ലല്ലോ. ഇനി അടുത്തെന്താണ് ഞാൻ പറഞ്ഞത്? അടുത്തെന്താണ്? 1 കിലോഗ്രാം വെയിറ്റ് ഈസ് ഈക്വൽ ടു 9.8 ന്യൂട്ടൺ ആണ്. അപ്പോൾ കിലോഗ്രാം വെയിറ്റിനെ ന്യൂട്ടണിലോട്ട് മാറ്റണമെങ്കിൽ മൾട്ടിപ്ലൈ ബൈ 9.8. ഇതൊക്കെ അറിഞ്ഞിടാത്തൊരു കുറിച്ച് വയ്ക്കണം. ഇനി അടുത്ത് തിരിച്ചുള്ളത് ചിന്തിക്കേണ്ട കാര്യമില്ല. ഇപ്പം ന്യൂട്ടനെ കിലോഗ്രാം വെയിറ്റ് ആക്കാൻ എന്ത് ചെയ്യണം? യു ഡിവൈഡ് ബൈ 9.8. ഏതെങ്കിലും ഒന്നേ പഠിക്കാവൂ.
ഇത്രയും മാത്രം അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ ഒരാൾ എ പേഴ്സൺ ഈസ് സ്റ്റാൻഡിങ് ഓവർ എ വെയിങ് മെഷീൻ to check his physics teacher whether he has taught nicely or has done a wrong idea, but he is going to check it. So he is standing inside the lift. So what is the first case? So lift is moving upwards with a constant speed. So constant speed ilana move cheyyunnathu. So constant speed. So acceleration is 0. So in this case the person feels his own weight. അയാളുടെ സ്വന്തം വെയിറ്റ് ഫീൽ ചെയ്യും. സോ അയാൾക്ക് ഫീൽ ചെയ്യുന്നത് എൻ എന്നാണ് നിങ്ങളെ ഞാൻ പഠിപ്പിച്ചത് അല്ലേ, ഡബ്ല്യു എന്നല്ലായിരുന്നു, ഏതെങ്കിലും ഒരു ലെറ്റർ എഴുതുക. സോ ദ പേഴ്സൺ ഫീൽസ് പറയൂ ഹിസ് ഓൺ വെയിറ്റ്. അപ്പം mg എന്നാണ്. അപ്പം എം എത്ര 70 ഇൻറ്റു ജിയുടെ വാല്യൂ 9.8. ദീസ് മച്ച് ന്യൂട്ടൺ തന്നല്ലോ. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്തെടുക്കുക. ഓർ പറയൂ ആൻസർ റീഡിംഗ് ആയിട്ട് പറയുമ്പോൾ യു ഡിവൈഡ് ഇറ്റ് ബൈ 9.8. സോ ആൻസർ 70 കിലോഗ്രാം വെയിറ്റ്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഹി ഫീൽസ് ഹിസ് ഓൺ വെയിറ്റ്. Then what is the next? The lift is moving downwards with an acceleration 5. So moving downwards with an acceleration. ശരിയാണോ? സോ ഡൗൺവേർഡ്സ് ആകുമ്പോഴത്തേക്ക് ഫീൽ ചെയ്യുന്ന എന്താണ്? എം ഇൻറ്റു ജി മൈനസ് എ ആണ് ഫീൽ ചെയ്യുന്നത്. സോ എം 70 ഇൻറ്റു 9.8 മൈനസ് എ എത്ര 5. സോ ദീസ് മച്ച് ന്യൂട്ടൺ. Then you are getting an answer that much Newton. So you divide this answer by 9.8. So you will get the answer in kilogram weight. So this is a reading. Okay, this is a reading given by the device. Then what is the third case? Third case, parayu, lift is moving upwards with acceleration 5. So what feel in m into the person feels increase of weight m into g plus a. So put the values 70 into parayu g atra 9.8 plus 5. So you are getting an answer. So this much Newton. So you divide this by 9.8. So that much kilogram weight. So this is a reading shown by the device. Is it clear? Then what is the last one? See, the mechanism failed. So you are the lift and you are both are moving down. So both are becoming freely falling bodies. So what is the weight felt? No weight at all. So the person feels no weight at all. So the reading given by the device will be 0. ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വായിക്കും അടുത്ത ക്വസ്റ്റ്യൻ. Figure shows the position time graph of a particle of mass 0.04 kilogram. അപ്പോൾ ഇവിടെ ഒരു ഫിഗർ തരേണ്ടതാണ്. അപ്പോൾ ഫിഗർ തന്നിട്ടില്ല, ഞാൻ തരാം. സോ ഇതാണ് ഫിഗർ തരുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് ഇവിടെ ടൈമാണ്, ഇവിടെ എക്സ് ആണ്, എക്സ് ഇൻ മീറ്റർ ആണ് കേട്ടോ, എക്സ് ഇൻ മീറ്റർ. ഇത് ടൈം ഇൻ സെക്കൻഡ് ആണ് തന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഗ്രാഫ് പോകുന്നത്, കണ്ടോ? ഓക്കെ, ഇങ്ങനത്തെ ഒരു ഗ്രാഫാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അവിടെ തന്നോട്ടെ. ഇനി ഇവിടെ 0 എന്നാണ്, ഇവിടെ 4 എന്നാണ്, 8, 12 ഇങ്ങനെയാണ് പോകുന്നത്. ഇവിടെ 2, ഇവിടെ 6, ഇവിടെ 10 ഇങ്ങനെ പോകുന്നു. ഓക്കെ, അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ഒരു കാര്യത്തിലെത്താം. നോക്കൂ, ഇത് പൊസിഷൻ ടൈം ഗ്രാഫാണ്. സോ പൊസിഷൻ ടൈം ഗ്രാഫാണ്, മനസ്സിലായി? ഈ ഗ്രാഫിൻ്റെ ഇത്രയും പാർട്ട് കണ്ടിട്ട് എന്ത് തോന്നുന്നു? സ്ട്രെയിറ്റ് ലൈൻ അല്ലേ? അപ്പം മേലോട്ടാണ്. അപ്പോൾ ഇത്രയും സ്ഥലം കാണിക്കുന്നത് എന്തിനെയാണ്? ഫസ്റ്റ് പാർട്ട് OA എന്ന് ഞാൻ പേരിടാം. OA എന്ന് പറയുന്ന ഈ പാർട്ട് കാണിക്കുന്നത് എന്തിനെയാണ്? യൂണിഫോം. നമ്മൾ പണ്ട് പഠിച്ചത് പോസിറ്റീവ് വെലോസിറ്റിയാണ്, യൂണിഫോം പോസിറ്റീവ് വെലോസിറ്റിയാണ്. ഇനി അടുത്ത് AB എന്ന് പറയുന്ന സെക്ഷൻ നോക്കൂ. AB എന്ന് പറയുന്ന സെക്ഷൻ കാണിക്കുന്ന സ്ട്രെയിറ്റ് ലൈനാണ്, താഴോട്ടാണ്. അപ്പോൾ യൂണിഫോം നെഗറ്റീവ് വെലോസിറ്റിയാണ്. സംശയമൊന്നുമില്ല ആർക്കും. ഇനി ഈ ലൈനിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ എന്ത് കിട്ടും? സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ വെലോസിറ്റി കിട്ടും. സ്ലോപ്പ് ഗീവ്സ് വെലോസിറ്റി, ഇത് നമുക്കറിയാം. അപ്പം നമുക്ക് ഈ OA എന്ന് പറയുന്ന സെക്ഷനിലെ വെലോസിറ്റി കണ്ടുപിടിക്കാം. OA എന്ന് പറയുന്ന സെക്ഷനിലെ വെലോസിറ്റി കണ്ടുപിടിക്കാം. വെലോസിറ്റി കാണാൻ എന്താ വഴി? വെലോസിറ്റി കാണാൻ ഇതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുക, ടാൻ തീറ്റ കണ്ടുപിടിക്കുക. സോ ടാൻ തീറ്റ കണ്ടുപിടിക്കുക. ഓപ്പോസിറ്റ് സൈഡ് ഇത്രയും ദൂരം എന്ന് പറഞ്ഞാൽ നേരെ ഇവിടെ നോക്കണം. ഈ ദൂരം അറിയണമെങ്കിൽ ഈ ദൂരം അറിയണമെങ്കിൽ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് 2 എന്നാണ് കേട്ടോ. അപ്പോൾ 2 സെൻറ്റിമീറ്റർ എന്നാണ് തന്നിരിക്കുന്നത്. 2 ഇത് സെൻറ്റിമീറ്റർ ആണേ. സോ 2 സെൻറ്റിമീറ്റർ എന്നാണ്. അപ്പോൾ നിങ്ങൾ തന്നെ പറയൂ, ഓപ്പോസിറ്റ് സൈഡ് 2 സെൻറ്റിമീറ്റർ അല്ലേ, ഡിവൈഡഡ് ബൈ ഇവിടെ 2 സെക്കൻഡ് അല്ലേ. അപ്പോൾ 2 സെൻറ്റിമീറ്റർ ഡിവൈഡഡ് ബൈ 2.
ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യാം. ഇപ്പോൾ 2 × 10⁻² മീറ്റർ ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ആൻസർ 10⁻² മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. അപ്പോൾ 10⁻² മീറ്റർ പെർ സെക്കൻഡ്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ? ഇതാണ് ഈ ഫസ്റ്റ് സെക്ഷനിൽ OA എന്ന് പറയുന്ന സ്ഥലത്തുള്ള എന്തോന്ന് വെലോസിറ്റി. അപ്പോൾ O തൊട്ട് നമ്മുടെ ഈ ആദ്യത്തെ 2 സെക്കൻഡിൽ, ഫസ്റ്റ് 2 സെക്കൻഡിൽ ഇതിൻ്റെ വെലോസിറ്റി എത്രയായിരിക്കും? 10⁻² മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. അടുത്ത 2 സെക്കൻഡിൽ വെലോസിറ്റി എത്രയാവുന്ന ബുദ്ധിയുള്ള ഇപ്പോൾ പറഞ്ഞു തരും. പറ, ഇത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല, സ്ലോപ്പ് ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ AB എന്ന് പറയുന്ന സെക്ഷനിൽ വെലോസിറ്റിയുടെ ആൻസർ എത്രയാണ് വരിക? അതേ ആൻസർ 10⁻² മീറ്റർ പെർ സെക്കൻഡ് തന്നെ. പക്ഷേ ആൻസർ എന്ത് വരും? നെഗറ്റീവ്. കാരണം നെഗറ്റീവ് വെലോസിറ്റിയാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി അറിയാം, ഫൈനൽ വെലോസിറ്റി അറിയാം. ഇതാണ് ഇനീഷ്യൽ വെലോസിറ്റി, ഇതെന്താണ് ഫൈനൽ വെലോസിറ്റി. ഇപ്പോൾ 2 വെലോസിറ്റി അറിയാം. ഇനി ബാക്കി കാര്യം, ബോഡിയുടെ മാസ് തന്നിട്ടുണ്ട്. ബോഡിയുടെ മാസ് 0.04. ഇല്ലാതാക്കല്ലേ. ഇനി അടുത്തെന്താണ്? വാട്ട് ഈസ് എ ടൈം ബിറ്റ്വീൻ 2 കൺസിക്യൂട്ടീവ് ഇമ്പൾസസ്? വാട്ട് ഈസ് എ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇമ്പൾസ്? ഇമ്പൾസ് കണ്ടുപിടിക്കണം അല്ലേ? ഇമ്പൾസ് കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചതാണ്. എന്താണ് ഇമ്പൾസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പറ. ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഓഫ് മൊമെന്റം ആണോ? എന്ന് പറഞ്ഞാൽ ഫൈനൽ മൊമെന്റം മൈനസ് ഇനീഷ്യൽ മൊമെന്റം. ഫൈനൽ മൊമെന്റം അങ്ങനെ കാണും, മാസ് ഇൻറ്റു ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ മൊമെന്റം എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ഇനീഷ്യൽ വെലോസിറ്റി. പേടിക്കാൻ വേണ്ടി ഒന്നുമില്ല. അപ്പോൾ രണ്ടിലും M കോമൺ എടുക്കുക, ബാക്കി V - U എന്നാണ്. ഇനി ബാക്കി പറയും. എമ്മിൻ്റെ വാല്യൂ എത്രയാ? 0.04 എന്നാണ്. ഇൻറ്റു V എത്രയാ? വട്ട് ഈസ് V? നിങ്ങൾ പറയൂ. ഫൈനൽ വെലോസിറ്റി മൈനസ് 10⁻² മൈനസ് U എത്രയാ? 10⁻². അപ്പോൾ എത്ര വരും? പറയൂ ആൻസർ. 0.04 ഇൻറ്റു 2 ടൈംസ് മൈനസ് 10⁻². അപ്പോൾ ആൻസർ വരുന്നത് രണ്ടും കൂടെ മൈനസ് മൾട്ടിപ്ലൈ ചെയ്യുക, -0.08 ഇൻറ്റു 10⁻² എന്നാണ്. ഇതാണ് ഇമ്പൾസിൻ്റെ ആൻസർ. ഇനി നമുക്ക് വാട്ട് ഈസ് എ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇമ്പൾസ്? വാട്ട് ഈസ് എ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇമ്പൾസ്? ഇമ്പൾസിൻ്റെ മാഗ്നിറ്റ്യൂഡ് മതി. ഇമ്പൾസിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആകുമ്പോൾ സൈൻ വേണ്ട. അപ്പോൾ 0.08 ഇൻറ്റു 10⁻² എന്ന് വരും. ഓക്കെ, ഇമ്പൾസിൻ്റെ യൂണിറ്റ് അപ്പോൾ എന്ത് വരും? ഇമ്പൾസിൻ്റെ യൂണിറ്റ് ഒന്നുകിൽ ന്യൂട്ടൺ സെക്കൻഡ് എഴുതുക, അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് മൊമെന്റം എന്നുള്ള രീതിയിലാണെങ്കിൽ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എഴുതുക. മൊമെന്റത്തിന്റെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ഇനി അതല്ല എങ്കിൽ ഇമ്പൾസിന്റെ ഡയറക്റ്റ് യൂണിറ്റ് ഏതാണ്? ന്യൂട്ടൺ സെക്കൻഡ്. ഏതെങ്കിലും ഒരു യൂണിറ്റ് ഇവിടെ എഴുതി വയ്ക്കുക. സോ വാട്ട് ഈസ് എ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇമ്പൾസ്? ദീസ് മച്ച് 0.08 ഇൻറ്റു 10⁻². കൊളമാക്കാനൊന്നുമില്ല. ഇനി അടുത്തെന്താണ് അതിനകത്ത് ചോദിച്ചിരിക്കുന്നത്? സജസ്റ്റ് എ സ്യൂട്ടബിൾ ഫിസിക്കൽ കോണ്ടെക്സ്റ്റ് ഫോർ ദിസ് സിറ്റുവേഷൻ. ഈ സിറ്റുവേഷൻ ഈ ഗ്രാഫ് കിട്ടാൻ വേണ്ടിയ ഒരു സിറ്റുവേഷൻ പറയാൻ നമുക്കിവിടെ നോക്കാം. ഇവിടെ ഈ ലെവലിൽ 2 പാരലായിട്ട് 2 വോൾ ഉണ്ടെന്നിരിക്കട്ടെ. നിങ്ങളിവിടെ നോക്കൂ. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് വെലോസിറ്റി എന്ത് ചെയ്യും? വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. ഇനി അടുത്തെന്താണ്? ഇവിടെ നിന്ന് ഈ സെക്ഷൻ വരുമ്പോഴത്തേക്കും വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്, പക്ഷേ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ അടുത്ത വീണ്ടും അതേ വെലോസിറ്റിയാണ്. ഓക്കെ, വീണ്ടും വെലോസിറ്റി ഓപ്പോസിറ്റ് ഡയറക്ഷനിലാവുന്നു. വീണ്ടും അതേ വെലോസിറ്റിയാണ്, അടുത്ത വെലോസിറ്റിയുടെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആവുന്നു. ഇങ്ങനെയല്ലേ സംഭവിക്കുന്നത്? അപ്പോൾ ആദ്യം ഇതിന് എടുക്കുന്ന ടൈം നോക്കൂ. വെലോസിറ്റി ഈ സമയത്തുള്ള വെലോസിറ്റി തന്നെയാണ് ഇങ്ങി വരെ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വെലോസിറ്റിയുടെ ഡയറക്ഷൻ മാറുന്നു. അപ്പോൾ എത്ര ഗ്യാപ്പിലാണ് ഇത് സംഭവിക്കുന്നത്? എവരി 2 സെക്കൻഡിൽ ഈ ചേഞ്ച് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സോ വാട്ട് ഈസ് എ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഈച്ച് ഇമ്പൾസ്? നമുക്ക് കിട്ടി. ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ എവരി 2 സെക്കൻഡ്. എത്ര സെക്കൻഡിലാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? 2 സെക്കൻഡിൽ. അപ്പോൾ ഇനി സിറ്റുവേഷൻ പറയണ്ടേ നമുക്ക്? നിങ്ങൾ തന്നെ പറ. 2 പാരലൽ വോൾസിൻ്റെ ഇടയ്ക്ക് ഒരു ബോൾ കിടന്ന് കുതിക്കുന്നത് ആലോചിക്കൂ. ബോൾ മേലോട്ടും പോകുന്നു, താഴോട്ടും പോകുന്നു. ഈ വെലോസിറ്റികളെല്ലാം കോൺസ്റ്റൻ്റ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്താൽ വളരെ ക്ലോസ് ആയിട്ടുള്ള വോളാണ്. എന്താണ്? നമുക്കിവിടെ ഗ്യാപ്പ് നമുക്ക് 2 സെൻറ്റിമീറ്റർ അല്ലേ ഇടവുള്ളൂ. ഇപ്പം 2 വോളുകൾ തമ്മിൽ 2 സെൻറ്റിമീറ്റർ സ്പേസിങ്ങേ ഉള്ളൂ. അങ്ങനത്തെ 2 പാരലൽ വോൾസ് ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ ഒരു ബോൾ മേലോട്ടും താഴോട്ടും ഇങ്ങനെ കൊളൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷന് ഉള്ള ഗ്രാഫ് ഇങ്ങനെയാണ് വരിക. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അപ്പോൾ അതൊരു തിയറട്ടിക്കൽ സിറ്റുവേഷനാണ് ഞാൻ പറഞ്ഞത്. പ്രാക്ടിക്കലി അത് ഇമ്പോസിബിൾ അല്ല. നമുക്കറിയാം മേലോട്ട് പോകുമ്പോഴും താഴോട്ട് പോകുമ്പോഴും എന്ത് സംഭവിക്കുമെന്ന്, വെലോസിറ്റി വേരിയേഷൻ വരും. അപ്പോൾ ഇപ്പം നമ്മൾ അസ്യൂം ചെയ്യുന്നു നമ്മുടെ വോൾസ് വളരെ ക്ലോസ് ആയതുകൊണ്ട് ഈ വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ടാകുന്നില്ല എന്നങ്ങ് അസ്യൂം ചെയ്യുന്നതേ ഉള്ളൂ. സോ വൺസ് അഗെയിൻ
സി എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത് സ്റ്റാർട്ടിങ് തൊട്ട് ഒന്നും കൂടെ ഞാൻ കാണിച്ചു തരാം, പേടിക്കാൻ വേണ്ടി ഒന്നുമില്ല. പറ എന്തൊക്കെയാണ്? സി നമ്മുടെ ഇവിടെ ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. ഇവിടെ പൊസിഷൻ സെൻറ്റിമീറ്ററിലാണ്, ഇവിടെ ടൈം സെക്കൻഡിലാണ്. ഓക്കെ, നമുക്ക് ഗ്രാഫ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അല്ലേ? ഇങ്ങനെയാണ് ഗ്രാഫ് വന്ന് പോയിരിക്കുന്നത്. ഇവിടെ 0, 4, 8, 12 ഇങ്ങനെയാണ് പോകുന്നത്. ഇവിടെ 2, 6, ഇവിടെ 10 ഇങ്ങനെ പോകുന്നു അല്ലേ? ഈ ഗ്രാഫ് പൊസിഷൻ ടൈം ഗ്രാഫ് ആണെന്നെങ്കിലും മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് നിങ്ങൾക്ക് ഉണ്ടാവും. സോ ലിസൺ, ഈ ലെവലിൽ നമ്മൾ തന്നിരിക്കുന്ന വാല്യൂ 2 എന്നാണ്, 2 സെൻറ്റിമീറ്റർ എന്നാണ്. ഓക്കെ, ദെൻ യു സി ദിസ് ഈസ് പൊസിഷൻ ടൈം ഗ്രാഫ്. See this section, straight line, so it shows uniform. Parayu, I am giving name OA. The section OA indicates uniform positive velocity. Uniform positive velocity. Section AB represents uniform negative velocity. ബുദ്ധിമുട്ടുണ്ടോ? ഇത് രണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും. ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? 2 സെക്കൻഡ്, അടുത്ത 2 സെക്കൻഡ്. അപ്പോൾ സി ദ വാല്യൂസ് വിൽ ബി സെയിം. ദെൻ അടുത്ത സി ഹൗ ക്യാൻ യു കാൽക്കുലേറ്റ് ദ വെലോസിറ്റി കണ്ടുപിടിക്കാൻ യു ജസ്റ്റ് ടേക്ക് ദ സ്ലോപ്പ് ഓഫ് ഗ്രാഫ്. സി ഇവിടെ സ്ലോപ്പ് എടുത്ത് നോക്കൂ. സി തീറ്റ, സി ടാൻ തീറ്റ ഇസ് എ സ്ലോപ്പ്. സോ ടാൻ തീറ്റ ഗിവ്സ് യു ദ സ്ലോപ്പ്. ടാൻ തീറ്റ is equal to opposite side 2 centimeter divided by adjacent side 2 second. So you are getting 1 centimeter per second. Okay, so is equal to ഇതിനെ 10⁻⁻² meter per second. ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? This is a velocity. Then see this is a initial velocity. Am I right? അപ്പോൾ u അറിയാം. So final velocity അതിന് നെഗറ്റീവ് സൈൻ ഇട്ട് എഴുതണം. So final velocity is what? -10⁻⁻² meter per second. Then see നമ്മൾ ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത് ഇമ്പൾസ് ആണ്. ഇമ്പൾസ് ഇസ് ഈക്വൽ ടു പറയൂ ചേഞ്ച് ഓഫ് മൊമെൻറ്റം. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഫൈനൽ മൊമെൻറ്റം മൈനസ് ഇനീഷ്യൽ മൊമെൻറ്റം ആണല്ലോ. ഫൈനൽ മൊമെൻറ്റം മാസ് ഇൻറ്റു ഫൈനൽ വെലോസിറ്റി, ഇനീഷ്യൽ മൊമെൻറ്റം മാസ് ഇൻറ്റു ഇനീഷ്യൽ വെലോസിറ്റി. പറയൂ m ഇൻറ്റു v മൈനസ് u എന്നാണ്. ഓക്കെ, ഇനി ബാക്കി m എത്രയാ? വാട്ട് ഈസ് എ മാസ്? 0.04. സോ 0.04 ഇൻറ്റു ഫൈനൽ വെലോസിറ്റി എത്രയാ? -10⁻⁻² minus initial velocity 10⁻⁻². So is equal to 0.04 into minus 2 times 10⁻⁻². So you are getting your answer as 0.08 minus into 10⁻⁻². Am I right? So this is the answer you get. എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയോ? ഇനി ഞാൻ എന്താണ് യൂണിറ്റ് എഴുതണം. ഇനി ഇമ്പൾസിൻ്റെ മാഗ്നിറ്റ്യൂഡ് മതി. സോ ഇമ്പൾസ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇമ്പൾസ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഇല്ലാതെ എഴുതുക 0.08 ഇൻറ്റു 10⁻⁻². ഇമ്പൾസിൻ്റെ യൂണിറ്റ് ഫോഴ്സ് ഇൻറ്റു ടൈമാണ്. ന്യൂട്ടൺ സെക്കൻഡ് ഓർ ചേഞ്ച് ഓഫ് മൊമെൻറ്റം. അപ്പോൾ മൊമെൻറ്റത്തിൻ്റെ യൂണിറ്റ് എഴുതിയാലും മതി, കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. സോ ഇറ്റ് ഈസ് എ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇമ്പൾസ്. ഇനി എത്ര ഗ്യാപ്പിലാണ് അത് സംഭവിക്കുന്നത്? എവരി 2 സെക്കൻഡിലല്ലേ ചേഞ്ച് ഓഫ് വെലോസിറ്റി സംഭവിക്കുന്നത്. സോ ഇത് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ടേക്സ് പ്ലേസ്, ചേഞ്ച് ഓഫ് വെലോസിറ്റി സംഭവിക്കുന്നത് എവരി 2 സെക്കൻഡിൽ. സോ ചേഞ്ച് ഓഫ് മൊമെൻറ്റം ആൾസോ ടേക്സ് പ്ലേസ് ഇൻ 2 സെക്കൻഡ്. ഇതാണ് ക്വസ്റ്റ്യൻ. ഇനി ഗീവ് എ സിറ്റുവേഷൻ ഫോർ ദിസ് ഗ്രാഫ്. സി ഇനിഷ്യലി എന്താണ് കോൺസ്റ്റന്റ് വെലോസിറ്റി, കോൺസ്റ്റന്റ് പോസിറ്റീവ് വെലോസിറ്റി, ദെൻ കോൺസ്റ്റന്റ് നെഗറ്റീവ് വെലോസിറ്റി, കോൺസ്റ്റന്റ് പോസിറ്റീവ് വെലോസിറ്റി, കോൺസ്റ്റന്റ് നെഗറ്റീവ് വെലോസിറ്റി, കോൺസ്റ്റന്റ് പോസിറ്റീവ് വെലോസിറ്റി, കോൺസ്റ്റന്റ് നെഗറ്റീവ് വെലോസിറ്റി. ദെൻ സി ദിസ് ഡിസ്റ്റൻസ് ഈസ് 2 centimeter. So you consider a body moving up and down between 2 parallel walls separated by 2 centimeter. That motion can be considered as a situation for this graph. Okay, അടുത്തതിലേക്ക് പോകാമല്ലോ. അടുത്തൊരു കിടിലൻ ക്വസ്റ്റൻ ആണ്, വായിക്കും. A horizontal force of 600 Newton pulls 2 masses 10 kg and 20 kg connected by a light string. What is the tension in the string? Does the answer depend on which mass and the pull is applied? ഒരു അടിപൊളി ക്വസ്റ്റൻ ആണ്. A horizontal force 600 Newton pulls 2 masses 10 kg and 20 kg connected by a light string. What is the tension in the string? നോക്കൂ, ലിസൺ. ഒരു 2 ബോഡി ഉണ്ട്. ഇതാ ഇത് ബോഡി നമ്പർ 1. ഇത് എത്രയാ? 20 കിലോഗ്രാം മാസുള്ള ബോഡിയാണ്. ഇത് 10 കിലോഗ്രാം മാസുള്ള ബോഡിയാണ്. ദീസ് ആർ കണക്റ്റഡ് ബൈ എ ലൈറ്റ് സ്ട്രിങ്.
കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തെന്താണ്? ഇവിടെ ഒരു ഫോഴ്സ് കൊടുക്കുന്നു. ഫോഴ്സ് എത്രയാ? ഫോഴ്സ് കൊടുക്കുന്നത് എത്രയാ? what is the force applied? So force what is the force? 600 Newton. ഇതാണ് ആദ്യത്തെ കേസ്. അപ്പോൾ ഇതാണ് കേസ് 1. ഓക്കെ. ഇനി കേസ് 2 പറഞ്ഞിരിക്കുന്നത് നേരെ തിരിച്ചാണ്. കേസ് 2 ഇതേ സാധനം തന്നെ. സോ 20 കിലോഗ്രാം, then 10 kilogram, okay, 10 kilogram connected by string, okay, then you apply the same force F 200 Newton in this direction. ഇങ്ങോട്ട് അപ്ലൈ ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇതാണ് സിറ്റുവേഷൻ. ഇനി what is the tension in the string? You have to calculate the tension in the string in each case. Then അടുത്തെന്താണ്? Does the answer depend on which mass and pull is applied? Here force is applied on lighter mass. Here force is applied on heavier mass. അപ്പോൾ ഈ ടെൻഷൻ കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് ഡിഫറൻസ് ഉണ്ടാവുമോ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിവിടെ ഒരു കാര്യം ചെയ്യാം. ഞാനിവിടെ കേസ് 1 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. കേസ് 1 മാത്രമേ നോക്കാവൂ. ഞാനിവിടെ ഫോഴ്സ് ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഈ 10 കിലോഗ്രാമും 20 കിലോഗ്രാമും ഒരുമിച്ച് അങ്ങോട്ട് നീങ്ങും. അപ്പോൾ രണ്ട് പേർക്കും കിട്ടുന്ന ആക്സലറേഷൻ സെയിം ആയിരിക്കും. സെയിം ഫോർ ബോത്ത് ബോഡീസ്. രണ്ട് ബോഡീസിൻ്റെയും ആക്സലറേഷൻ സെയിം ആയിരിക്കും. ആക്സലറേഷൻ കാണാൻ എന്താ വഴി? F/m എന്നാണ്. എഫ് എന്ന് പറഞ്ഞാൽ എം എ, അപ്പോൾ എ എന്ന് പറഞ്ഞാൽ F/m. ഇവിടുത്തെ എഫ് എന്ന് പറഞ്ഞാൽ 600 ആണ്. ഡിവൈഡഡ് ബൈ ഇവിടുത്തെ ടോട്ടൽ മാസ് പറയണം. 10 + 20 സോറി 10 + 20. സോ ഇറ്റ് ഈസ് എത്ര? 20 + 10 30. അപ്പോൾ എത്ര വരും? 20 m/s² എന്ന ആൻസർ കിട്ടും. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ ആൻസർ ആയില്ലേ? അപ്പോൾ ഒരു കേസിലെ ആൻസർ ആയി. വട്ട് ഈസ് ആക്സലറേഷൻ? 20 m/s². ഇനി കേസ് 2 നോക്കുക. കേസ് 2 നോക്കാം. കേസ് 2 നോക്കൂ. ഞാനിവിടെ ഇങ്ങനെ ഒരു ഫോഴ്സ് കൊടുത്താൽ ഈ രണ്ടുപേരും മര്യാദക്കാരായിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് അങ്ങോട്ട് നീങ്ങും. സോ സെയിം ഫോർ ബോത്ത്. ദെൻ വാട്ട് ഈസ് എ എന്ന് പറഞ്ഞാൽ F/m ആണ്. എത്ര എഫ് കൊടുത്തത്? 200 ഡിവൈഡഡ് ബൈ 200 ആണോ 600 അല്ലേ? 600 ആണ് കേട്ടോ. 600 ഡിവൈഡഡ് ബൈ പറയൂ എം എത്രയാണ് മക്കളെ? ടോട്ടൽ എം 20 + 10 30. സോ ആൻസർ 20 m/s² തന്നെ. അപ്പോൾ ഈ രണ്ട് കേസിലും കേസ് 1 ആയാലും കേസ് 2 ആയാലും ആക്സലറേഷൻ സെയിം ആയിരിക്കും. ഇതിനകത്ത് ഡൗട്ടൊന്നും വന്നില്ലല്ലോ. ഇത് സിമ്പിളാണ്. ഇനി നമ്മൾ അടുത്ത കേസാണ് ചിന്തിക്കുന്നത്. നമ്മളിവിടെ ഇങ്ങനെ വലിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഇടയ്ക്കുള്ള ഈ നൂല് നല്ല ടെമ്പറായിട്ട് നിൽക്കും. അപ്പോൾ ഇതിനകത്ത് എന്തുണ്ടാവും? ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ടെൻഷൻ ഉണ്ടാവും. കയറിൽ എന്തുണ്ടാവും? ടെൻഷൻ ഉണ്ടാവും. ആ ടെൻഷനാണ് ഇവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത്. നിങ്ങളിവിടെ നോക്കുക. ഇവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്തിരിക്കുന്നത് ഏതിലാണ്? 10 കിലോഗ്രാമിലാണ്. ഇങ്ങോട്ട് 600 അപ്ലൈ ചെയ്തിരിക്കുന്നു. ഇങ്ങോട്ട് ആ പാവത്തിന് ഒരു ടെൻഷനും ഉണ്ട്. അപ്പോൾ ഈ പാവത്തിൻ്റെ മണ്ടയിലുള്ള നെറ്റ് ഫോഴ്സ് എങ്ങനെ കണ്ടുപിടിക്കും? വലുതിൽ നിന്ന് ചെറുത് മൈനസ് ചെയ്യണം. അപ്പോൾ ഞാൻ ആരെയാണ് പറയാൻ പോകുന്നത്? കേസ് 1 ആണ്. ഇനി നെറ്റ് ഫോഴ്സ് കാണാൻ എന്ത് ചെയ്യുമെന്ന് പറയണം. നെറ്റ് ഫോഴ്സ് കാണാൻ ഇത് മൂവ് ചെയ്യുന്നത് എങ്ങോട്ടാണ്? ഇങ്ങോട്ടല്ലേ മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വലുത്. അപ്പോൾ 600 മൈനസ് അവിടുത്തെ ടെൻഷൻ ആണല്ലോ. ഇനി നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എം എ അല്ലേടാ. അപ്പോൾ എം എ = 600 - t. ഇല്ലാതാക്കല്ലേ. ഇവിടുത്തെ എം എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ ഈ പാവത്തിനാണ് ഞാൻ എടുത്തത്. ആ പാവത്തിൻ്റെ മാസ് എത്രയാണ്? 10 ആണ്. അപ്പോൾ 10 ഇനി എ എത്രയെന്ന് നമുക്ക് അറിയാം. ഈ രണ്ട് മാസുകളുടെയും ആക്സലറേഷൻ 20 ആണ്. അപ്പോൾ × 20 = 600 - t. ഇനി ബാക്കി പറയും 200 = 600 - t. പെട്ടെന്ന് പറ. 600 നിന്ന് എത്ര മൈനസ് ചെയ്താൽ 200 കിട്ടും? 400. അപ്പോൾ ടിയുടെ ആൻസർ എത്ര? 400 Newton. എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയോ? അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ കിട്ടി. കേസ് 1 കയറിലുണ്ടാകുന്ന ടെൻഷൻ എത്രയാ? 400 Newton ആണ്. ഇനി നമുക്ക് രണ്ടാമത്തെ കേസിലേക്ക് നോക്കാം. ഇവിടെ നോക്കാം. ഇവിടെ നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നത് ഈ പാവത്തിൻ്റെ മണ്ടയിലാണ്. ഈ കയർ നല്ല വലിഞ്ഞിരിക്കും. അപ്പോൾ ടെൻഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അത്ഭുത സംഭവങ്ങളൊന്നും അല്ല. ഇനി ഈ പാവത്തിൻ്റെ മണ്ടയിലുള്ള നെറ്റ് ഫോഴ്സ് പറയണം. പെട്ടെന്ന് പറ. നെറ്റ് ഫോഴ്സ് പറ.
അപ്പോൾ നെറ്റ് കേസ് 2 ആണ് പറയുന്നത്. കേസ് 2 നെറ്റ് ഫോഴ്സ് പെട്ടെന്ന് പറയൂ. നെറ്റ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു പറ. നെറ്റ് ഫോഴ്സ് ഇവിടെ 2 ഫോഴ്സ് ഉണ്ട്, 600 ഉണ്ട്, ടി ഉണ്ട്. അപ്പോൾ വലുതേതാണ്? 600 ആണ്. അതെങ്ങനെ ഉറപ്പിച്ചത്? അങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ 600 മൈനസ് പെട്ടെന്ന് പറയണം 600 മൈനസ് ടി എന്നാണ്. ഓക്കെ, ഇവിടെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എം എ എന്നാണ്. അപ്പോൾ എം എ ഈക്വൽ ടു 600 മൈനസ് ടി എന്നാണ്. ഇല്ലാതാക്കരുത്. അവിടുത്തെ ഫോഴ്സ് അപ്ലൈ ചെയ്തെന്നൊക്കെ നമ്മൾ ഈ പാവത്തിനെയാണ് എടുത്തത്, അതിൻ്റെ മണ്ടയിലുള്ള ഫോഴ്സാണ് കൺസിഡർ ചെയ്തത്. അപ്പോൾ അവിടുത്തെ എം എന്ന് പറയുന്നത് 20 ആണ്. അപ്പോൾ 20 ഇൻറ്റു എയുടെ വാല്യൂ എത്രയും നമുക്കറിയാം 20 ആണ്. ഈസ് ഈക്വൽ ടു 600 മൈനസ് ടി എന്നാണ്. നിങ്ങൾ പറയും 400 ഈസ് ഈക്വൽ ടു പറ 600 മൈനസ് ടി. 600 നിന്ന് എത്ര മൈനസ് ചെയ്താൽ 400 കിട്ടും? 200. അപ്പോൾ ടിയുടെ വാല്യൂ എത്ര? 200 ന്യൂട്ടൺ എന്നാണ്. അടിപൊളിയല്ലേ? ഇപ്പോൾ 2 കേസിലും ടെൻഷൻ്റെ ആൻസർ സെയിം ആണോ? അല്ല, 2 കേസിലും ടെൻഷൻ്റെ ആൻസർ ഡിഫറൻ്റ് ആണ്. നമ്മൾ വിചാരിച്ചത് എന്താണെന്ന്, ടെൻഷൻ സെയിം കിട്ടുമെന്നാണ് നമ്മൾ വിചാരിച്ചത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഈ കണക്ട് ചെയ്തിരിക്കുന്ന സ്ട്രിങ്ങിൽ ഈ കേസിലുണ്ടായ ടെൻഷൻ അല്ല, ആ കേസിലുണ്ടായ ടെൻഷൻ. ഇവിടെ ലൈറ്റർ ബോഡിയുടെ മണ്ടയിലാണ് ഫോഴ്സ് കൊടുത്തത്, അപ്പോൾ ഉണ്ടായ ടെൻഷൻ കൂടുതലാണ്. ഇനി അടുത്തെന്താണ്? ഇവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്തിരിക്കുന്നത് ഹെവിയർ ബോഡിയിലാണ്. ഹെവിയർ ബോഡിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അവിടുത്തെ കേസിലെ ടെൻഷൻ്റെ ആൻസർ ചെറുതായിരിക്കും. അപ്പോൾ ഈ പ്രോബ്ലം 100,000 പ്രാവശ്യം എൻട്രൻസിന് ചോദിച്ചിട്ടുണ്ട്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ക്വസ്റ്റൻ ആണ്. അപ്പോൾ ഞാൻ ഇത് സ്റ്റാർട്ടിങ് തൊട്ട് ഒന്നുകൂടെ പറഞ്ഞ് കാണിക്കും, ശ്രദ്ധിച്ചിരിക്കുക. സോ ലിസൺ പ്രോപ്പർലി, എൻ്റയർ തിങ്സ് ഓൺ സെക്കൻഡ്. സോ ലിസൺ പ്രോപ്പർലി. നമ്മളിവിടെ കേസ് 1 ആദ്യം വരയ്ക്കുന്നു. സോ കേസ് 1 പെട്ടെന്ന് പറയും. സോ വി ഹാവ് 2 bodies. സോ 20 kilogram body. Then next a 10 kilogram body. So 10 kilogram body. Okay. Then ബാക്കി കഥകൾ പറയൂ. These are connected by a string and you are applying a force here. So force, how much? 600 Newton force is applied here. Then in the opposite direction there will be a tension. Okay. Then അടുത്ത കാര്യം പറയൂ. ഇവിടുത്തെ എല്ലാം ഇവിടെ തന്നെ അങ്ങ് എഴുതി വിടാം. സോ ഇങ്ങോട്ട് ഫോഴ്സ് കൊടുത്താൽ രണ്ടുപേരും ഡിസിപ്ലിൻഡ് ആയിട്ട് ഒരുമിച്ച് നിരങ്ങി എങ്ങോട്ട് പോകും? സോ വാട്ട് ഈസ് ആക്സലറേഷൻ? പറയൂ. ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ F/m ആണ്. ദെൻ ഇവിടുത്തെ എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? 600 ആണ്. ഡിവൈഡഡ് ബൈ ഇവിടുത്തെ ടോട്ടൽ എം, രണ്ടുപേരും ഒരുമിച്ച് പോവുകയാണ്. അപ്പോൾ ടോട്ടൽ എം എത്ര വരും? 20 + 10 30. അപ്പോൾ ആൻസർ എത്ര? 20 m/s². അപ്പോൾ ഇവർ രണ്ടുപേരും റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്നു വിത്ത് സെയിം ആക്സലേഷൻ 20 m/s². ഇത് സംശയമൊന്നുമില്ല. ഇനി ഇവിടെ നിങ്ങൾ 10 കിലോഗ്രാമിനെ മാത്രം എടുക്കുക, കാരണം അവൻ്റെ മണ്ടയ്ക്കാണ് ഈ ഫോഴ്സുകൾ വരുന്നത്. അപ്പോൾ അവിടുത്തെ നെറ്റ് ഫോഴ്സ് എങ്ങനെ കാണും? നെറ്റ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു ഏതാണ് വലുത്? 600 വലുത്, ടി ചെറുത്. വൈ? ബിക്കോസ് മൂവ്മെൻറ്റ് ഈസ് ടുവേഴ്സ് റൈറ്റ്. സോ 600 മൈനസ് ടി ആണ് നെറ്റ് ഫോഴ്സ്. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എം എ ആണ്. അപ്പോൾ എം എ ഈക്വൽ ടു 600 മൈനസ് ടി എന്നാണ്. ഇവിടെ എം എന്ന് പറയുന്നത് എത്രയാണ്? 10. അപ്പോൾ 10 ഇൻറ്റു എ എത്രയാണ്? 20 ആണ്. അപ്പോൾ ഇൻറ്റു 20 ഈസ് ഈക്വൽ ടു 600 മൈനസ് ടി എന്നാണ്. അപ്പോൾ ബാക്കി പറയൂ. 200 ഈസ് ഈക്വൽ ടു പറയൂ 600 മൈനസ് ടി എന്നാണ്. അപ്പോൾ ഇവിടെ നിന്ന് 600 നിന്ന് 400 പോയത് കിട്ടും. അപ്പോൾ ടിയുടെ വാല്യൂ എത്ര? 400. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അതാണ് കേസ് 1. ഇനി കേസ് 2 നമുക്ക് കാണിക്കാം. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇനി കേസ് 2 ഞാൻ ഇവിടെ വരയ്ക്കാം, നിങ്ങൾ തന്നെ പറയും. സി ഹെവിയർ ബോഡി 20 kilogram ബോഡി. ദെൻ അടുത്ത ലൈറ്റർ ബോഡി. ഓക്കെ, ലൈറ്റർ ബോഡി 10 kilogram ബോഡി കണക്റ്റഡ് ബൈ സ്ട്രിങ്. ദെൻ ഫോഴ്സ് ഈസ് അപ്ലൈഡ് ഇൻ ദിസ് ഡയറക്ഷൻ. ഫോഴ്സ് എത്രയാ? 600 Newton ഈസ് അപ്ലൈഡ് ഇൻ ദിസ് ഡയറക്ഷൻ. സോ ടെൻഷൻ വിൽ ബി ഡെവലപ്ഡ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. സംശയമൊന്നുമില്ല. See, both are moving towards left. Both get same acceleration. Acceleration equal to F/m. What is the force? 600 divided by what is the total mass? 30. So your answer is 20 m/s². ബുദ്ധിമുട്ടില്ല. So both will get the same acceleration. Then അടുത്തെന്താണ്? See, you consider this body. Why this body? Because നമ്മൾ വരച്ച തെറ്റിപ്പോയി അല്ലേ? ഇത് 20 വരച്ച തെറ്റല്ലേ? നോക്കൂ, നമ്മുടെ 20 ആണിതല്ലേ? 20 ഇത്, 10 ഇത്. ഇനി ഫോഴ്സ് ഇങ്ങനെയാണ് കൊടുത്തത്. ഫോഴ്സ് 600. ഓക്കെ, ബാക്കിയെല്ലാം കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ടെൻഷൻ ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഡൗട്ടില്ല. സി നിങ്ങൾ പറയൂ, ഇവിടെ 20 കിലോഗ്രാമിൻ്റെ മണ്ടയിലാണ് ഫോഴ്സ് കൊടുത്തിരിക്കുന്നത് അല്ലേ? സി ഫോഴ്സ് ഈസ് ടു ദാറ്റ് സൈഡ്. സോ ടെൻഷൻ ഈസ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. സോ വാട്ട് ഈസ് എ നെറ്റ് ഫോഴ്സ്? Net force is equal to bigger one minus smaller one. Which is bigger?
motion is to left side, so 600 is greater, so 600 minus tension, no problem. Then what is the next? F എന്ന് പറഞ്ഞാൽ MA, so MA equal to 600 minus tension. So M എത്രയാ? ഇവിടെ ആരെയാണ് കൺസേൺ? ഇവൻ്റെ മണ്ടയിലാണ് ഫോഴ്സ് കിട്ടുന്നത്, അപ്പോൾ അവനെ എടുക്കാവൂ. അപ്പോൾ 20 ഇൻറ്റു ഇവിടുത്തെ A എത്രയാ? 20 is equal to 600 minus T, no problem. Then 400 is equal to 600 minus T. Then what is T? T is equal to 200 Newton. ബുദ്ധിമുട്ടുണ്ടായോ? So this is the tension in the second case. വല്ല പ്രയാസം ഉണ്ടേ? അപ്പോൾ ഇവിടെ in the first case mass is applied on smaller mass. I'm sorry, force is applied on smaller mass. So tension developed is greater. Then in the next case force is applied on greater mass, so larger one, say bigger one. Then tension obtained is small. But in both cases acceleration is same. ഇപ്പോൾ ഞാൻ ഈ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയ കേസുകളാണ് ഓർത്തിരിക്കേണ്ടത്. ഏത് കേസിൽ ടെൻഷൻ കൂടുതലായിരിക്കും, ഏത് കേസിൽ ടെൻഷൻ കുറവായിരിക്കും എന്നുള്ള ഓർത്തോണം. ആക്സലറേഷൻ രണ്ട് കേസിലും എങ്ങനെയാണെന്നുള്ളതും ഓർത്ത് വെച്ചോണം. അതാണ് നമുക്കിവിടെ എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ആവശ്യമുള്ളത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാമല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചോ. അതോടെ ചെയ്ത് നമുക്ക് വേണമെങ്കിൽ വൈൻഡ് അപ്പ് ചെയ്യാം. എന്താണ് എ ഹൊറിസോണ്ടൽ, നമ്മൾ നോക്കൂ, 2 masses 8 kg and 12 kg are connected at the two ends of a light inextensible string that goes over a frictionless pulley. Find the acceleration of masses and the tension in the string when the mass are released. നമ്മൾ പഠിച്ചതാണ്. ഒരു സിംഗിൾ പുള്ളി, ദെൻ സി നമ്മൾ പഠിച്ച സാധനം, സി 2 masses ഹെവിയർ, ഇതിന് M1 ലൈറ്റർ, M2 നമ്മൾ പഠിച്ച കേസ്. Then find the acceleration. ഇപ്പോൾ ഇത് താഴോട്ട് പോകും, ദിസ് വിൽ മൂവ് അപ്പ്. ഇനി സ്ട്രൈറ്റ് ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ആക്സലേഷൻ? പെട്ടെന്ന് പറ. വാട്ട് ഈസ് എ കോമൺ ആക്സലേഷൻ? ഇത് താഴേക്ക് പോകുന്നു, ഇത് മേലേക്ക് പോകുന്നു. സോ ബോത്ത് വിൽ ഗെറ്റ് ദ സെയിം ആക്സലേഷൻ. ആക്സലേഷൻ കാണാനുള്ള ഇക്വേഷൻ പറ. M1 മൈനസ് M2 ഇൻറ്റു G ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2. ഇങ്ങനെയല്ലേ പഠിപ്പിച്ചേ? ഇനി ഇവിടുത്തെ ഹെവിയറിനെയാണ് M1 ആയിട്ട് എടുക്കേണ്ടത്. ഹെവിയർ എത്ര? 12. സോ 12 മൈനസ് ലൈറ്റർ എത്ര? 8 ഇൻറ്റു ജിയുടെ വാല്യൂ എത്രയാ? 10 എന്നാണ് എടുത്ത് ചെയ്യാം. നമുക്ക് 10 എന്നങ്ങ് എടുക്കാം. 9.8 ആണ്, 10 ഇട്ട് ചെയ്യാം. എൻട്രൻസിന് നമ്മൾ 10 ഇട്ടേ ചെയ്യൂ, എന്നാലും പെട്ടെന്ന് ആൻസർ കിട്ടും. ഡിവൈഡഡ് ബൈ 12 പ്ലസ് 8. അപ്പോൾ ആൻസർ എത്ര? 4 ഇൻറ്റു 10 40 ഡിവൈഡ് ബൈ 20. അപ്പോൾ ആൻസർ 2 എന്ന് വരും. ബുദ്ധിമുട്ടുണ്ടായോ? സോ 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇതിൽ ബുദ്ധിമുട്ടുണ്ടേ. ഇനി അടുത്തെന്താണ്? What is a tension? What is a tension? അയ്യേ, ടെൻഷൻ കാണാനുള്ള ഇക്വേഷൻ സ്ട്രൈറ്റ് ആയിട്ട് പറയൂ. എന്താണ് നമ്മൾ പഠിച്ച ഇക്വേഷൻ? 2m1 m2g 2m1 m2g ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. ഇവിടെ വാല്യൂ ഇട്ട് കൊടുക്കുക. 2 ഇൻറ്റു m1 എത്ര? 12 ഇൻറ്റു m2 എത്ര? 8 ഇൻറ്റു ജിയുടെ വാല്യൂ 10 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 12 പ്ലസ് 8. ബാക്കി ആൻസറുകളൊക്കെ പറയൂ. 2 ഇൻറ്റു 12 ഇൻറ്റു 8 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 20. പെട്ടെന്ന് പറയും. ഇത് രണ്ടും ക്യാൻസലായി എത്ര? 96 ന്യൂട്ടൺ. ബുദ്ധിമുട്ടുണ്ടോ? നല്ല എളുപ്പമുള്ള ക്വസ്റ്റൻ അല്ലേ? ഇനി നമുക്ക് ഒരു ക്വസ്റ്റൻ ചെയ്യാം. നോക്കൂ, അടുത്ത ക്വസ്റ്റ്യൻ നല്ല എളുപ്പമാണ്. ഇത് എന്നെ കണ്ണ് ഉഴപ്പിച്ചെന്ന് നോക്കുന്നുണ്ട് ചില ആളുകളൊക്കെ. നമുക്ക് പ്രോബ്ലം തീരണ്ടേ? ഒരുപാട് ക്വസ്റ്റൻ ഉണ്ട് മക്കളെ, ഒരുപാട് ക്വസ്റ്റൻ ഉണ്ട്. ഈ ഒരു അന്തമില്ലാതെ പ്രോബ്ലം കിടക്കുകയാണ്. നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. അടുത്ത ക്വസ്റ്റൻ ചെയ്യാം. വായിക്കും. എന്താണ്? എ ന്യൂക്ലിയസ് ഈസ് അറ്റ് റെസ്റ്റ് ഇൻ ലബോറട്ടറി ഫ്രെയിം ഓഫ് റെഫറൻസ്. ചുമ്മാ പേടിപ്പിക്കാൻ വേണ്ടി. എന്താണ്? ന്യൂക്ലിയസ് ലാബിൽ ചുമ്മാ ഇരിക്കുന്നത്, അവിടെ ഇരിക്കട്ടെ. നോക്കുക. അപ്പോൾ വാട്ട് ഈസ് ഇനീഷ്യൽ വെലോസിറ്റി? സോ ഇനീഷ്യൽ വെലോസിറ്റി 0. ഇനി ഷോ ദാറ്റ് ഇഫ് ഇറ്റ് ഡിസിൻറ്റഗ്രേറ്റ്സ് ഇൻ ടു 2 സ്മോൾ ന്യൂക്ലിയൈ പ്രോഡക്ട്സ് മസ്റ്റ് ബി എമിറ്റഡ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻസ്. ഇത് പൊട്ടിത്തെറിച്ച് 2 പീസായിരുന്നു വയ്ക്കുക. ആ പീസുകൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തെറിക്കുമെന്നാണ് പ്രൂവ് ചെയ്യാനുള്ളത്. ഒന്നുമില്ല. നോക്കൂ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം നമ്മൾ പഠിച്ചതാണ്. സോ ഇനീഷ്യൽ മൊമെൻറ്റം ഈക്വൽ ടു ഫൈനൽ മൊമെൻറ്റം എന്നാണ്. ഇനീഷ്യൽ മൊമെൻറ്റം ആൻഡ് ഫൈനൽ മൊമെൻറ്റം ആർ സെയിം. ഇത് രണ്ട് സെയിം ആണ്. ഇനീഷ്യൽ മൊമെൻറ്റം ആദ്യം റെസ്റ്റിലാണ്. അപ്പോൾ ഇനീഷ്യൽ മൊമെൻറ്റം എത്ര? 0. എത്ര പീസായിട്ട് തെറിച്ചു? 2 പീസ്. അപ്പോൾ ടോട്ടൽ ഫൈനൽ മൊമെൻറ്റം പറ. ആദ്യത്തെ പീസിൻ്റെത് M1 V1, അടുത്ത പീസിൻ്റെത് M2 V2. ഓക്കെ, ഇത് ഏതെങ്കിലും ഒന്നിനെ എടുത്ത് ഇപ്പുറത്ത് പോയി. അപ്പോൾ M1 V1 ഈസ് ഈക്വൽ ടു പറ മൈനസ് M2 V2.
ഇനി ഇതിനകത്തുനിന്ന് ഏതെങ്കിലും ഒരു സാധനം കാണും, V2 കാണട്ടെ. V2 is equal to M1 V1 divided by minus M2. ഇങ്ങനെ വരും. അപ്പം എന്താണ് കിട്ടിയിരിക്കുന്നത്? V2 is equal to negative സംതിങ് എന്നല്ലേ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? V2 ആൻഡ് V1 ആർ ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അതായത് പൊട്ടിത്തെറിച്ച് കഴിഞ്ഞിട്ടുള്ള ഫ്രാഗ്മെൻറ്റ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് സഞ്ചരിക്കുന്നത്. അതാണ് നമ്മളിവിടെ എഴുതിയത് V2 ഈക്വൽ ടു നെഗറ്റീവ് സംതിങ് എന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ V2 ആൻഡ് V1 ആർ ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അതാണ് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. സോ എ ന്യൂക്ലിയസ് ഈസ് ഇനിഷ്യലി അറ്റ് റെസ്റ്റ് ഇൻ ലാബ്. സോ ഇനിഷ്യൽ വെലോസിറ്റി 0. ദെൻ അടുത്ത അപ്പോൾ ഇനിഷ്യൽ മൊമെൻറ്റം 0. Then it splits into two fragments. Fragments move in the opposite direction. You have to prove it. See, what is the initial momentum and the final momentum are same. Initial momentum 0, final momentum. Two fragments, am I right? First fragment M1 V1, second fragment M2 V2. So then you can keep any term to the left side. You calculate any one velocity. So you will get a negative answer. It shows that the velocities are in the opposite direction. That is, fragments move in the opposite direction. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒരു ക്വസ്റ്റ്യനും കൂടെ വായിക്കും, അതുകൂടെ പറഞ്ഞ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ. പെട്ടെന്ന് വായിക്കും. 2 billiard balls, each of mass 0.05 kilogram, moving in opposite direction with the speed 6 meter per second, collide and rebound with the same speed. നോക്കൂ, എന്താണ്? 2 ബില്ലിയാർഡ് ബോൾസ് ഉണ്ട്. ഇതാണ്. ഓക്കെ, ഇപ്പോൾ രണ്ടുപേരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, രണ്ടുപേരുടെ ഇനീഷ്യൽ വെലോസിറ്റി എത്ര? 6 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 6 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, രണ്ടുപേരും കൊളൈഡ് ചെയ്തു. കൊളിഷന് ശേഷം രണ്ടുപേരും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു. ഓക്കെ, സംശയമില്ല. വിത്ത് സെയിം വെലോസിറ്റി 6 മീറ്റർ പെർ സെക്കൻഡ്. സംശയം വല്ലതും ഉണ്ടോ? ഇതാണ് കഥ. അപ്പം നമുക്ക് ഏതെങ്കിലും ഒരു വെലോസിറ്റിയെ പോസിറ്റീവായിട്ട് എടുക്കാം, ഓപ്പോസിറ്റ് ഉള്ളതിനെ നെഗറ്റീവായിട്ട് എടുക്കാം. അപ്പോൾ ഇതിനെ ഞാൻ പോസിറ്റീവായിട്ട് എടുക്കട്ടെ. ഇത് പോസിറ്റീവ്, ഇതപ്പോൾ എന്തെടുക്കണം? നെഗറ്റീവ്. ഇനി ഇതിനെ പറയൂ, ഇത് നെഗറ്റീവ്, ഇതെന്താണ്? പോസിറ്റീവ്. ഇതറിയാം, നമുക്കറിയാം. വാട്ട് ഈസ് എ ഇമ്പൾസ് ഇമ്പാർട്ടഡ് ടു ഈച്ച് അതർ? ഇമ്പൾസ് അങ്ങനെ കണ്ടുപിടിക്കുന്നു. ഈ എളുപ്പം. ഈ ഏതെങ്കിലും ഒരുത്തൻ്റെ കാര്യം പറയൂ. ഏതെങ്കിലും ഒരുത്തൻ്റെ കാര്യമേ പറയാമോ? ഇവൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി അറിയാം, ഫൈനൽ വെലോസിറ്റി അറിയാം. അപ്പോൾ അവൻ്റെ ഇമ്പൾസ് കാണാം. ഫൈനൽ മൊമെൻറ്റം മൈനസ് ഇനീഷ്യൽ മൊമെൻറ്റം പറ. ഇനി അപ്പോൾ ഇമ്പൾസ് പെട്ടെന്ന് പറ. ഇമ്പൾസ് ഈസ് ഈക്വൽ ടു, ഇമ്പൾസിൻ്റെ മാഗ്നിറ്റ്യൂഡ് മതി, പറഞ്ഞോ. ചേഞ്ച് ഓഫ് മൊമെൻറ്റം. ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഓഫ് മൊമെൻറ്റം. അപ്പോൾ ഏതെങ്കിലും ഒന്നിൽ നിന്ന് മറ്റത് മൈനസ് ചെയ്യുക. വലുതിൽ നിന്ന് ചെറുതങ്ങ് മൈനസ് ചെയ്താൽ മതി. ഇമ്പൾസ് അങ്ങനെ കാണും. മാസ് ഇൻറ്റു വെലോസിറ്റി. ഇത് വെലോസിറ്റി, മാസ് എത്രയാ? 0.05. അപ്പോൾ 0.05 ഇൻറ്റു പറ 6. ആദ്യത്ത്. ഇനി 6 അല്ലേ വലുത്, -6 ചെറുതല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് അടുത്ത 0.05 ഇൻറ്റു -6 മൈനസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആൻസർ എത്ര വരും? നിങ്ങൾ തന്നെ പറ. 0.05 ഇൻറ്റു 6 പ്ലസ് 0.05 ഇൻറ്റു 6. അപ്പോൾ ആൻസർ എത്ര വരും? ഇത് 0.3 പ്ലസ് 0.3. അപ്പോൾ ആൻസർ എത്രയാ? 0.6. ഓക്കെ, അപ്പോൾ ആൻസർ എവിടെ എഴുതാം? 0.6 എന്നാണ്. ഓക്കെ, ഇതാണ് ഇമ്പൾസ്. ഓക്കെ, അപ്പോൾ രണ്ടുപേരും ഒരുത്തൻ അടുത്തവന് കൊടുക്കുന്ന മൊമെൻറ്റവും ഇവൻ തിരിച്ചു കൊടുക്കുന്ന മൊമെൻറ്റവും സെയിം ആയിരിക്കും. അപ്പോൾ ഇമ്പൾസ് ഗിവൺ ഈച്ച് അതർ വിൽ ബി ഈക്വൽ. അതാണ് ആൻസർ. നിങ്ങൾക്ക് ആൻസർ വേണമെങ്കിൽ എന്ത് എഴുതാം? ഞാനിവിടെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇമ്പൾസ് എന്ന് എഴുതിയോണ്ടാണ് ഇവിടെ പോസിറ്റീവ് ആൻസർ കിട്ടിയത്. ഇനി അല്ലെങ്കിൽ നമ്മൾ എന്ത് എഴുതിയേനെ? ഫൈനൽ മൊമെൻറ്റം മൈനസ് ഇനീഷ്യൽ മൊമെൻറ്റം. അപ്പോൾ എങ്ങനെ എഴുതും? M ഇൻറ്റു -6 മൈനസ് M ഇൻറ്റു 6. അങ്ങനെ ചെയ്തേനെ. അപ്പോൾ ഒന്നുകിൽ പോസിറ്റീവ് ആൻസർ കിട്ടും, അല്ലെങ്കിൽ നെഗറ്റീവ് ആൻസർ കിട്ടും. ആൻസറിനെ പറ്റി നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. നിങ്ങൾ എഴുതുമ്പോഴത്തേക്ക് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇമ്പൾസ് എന്ന് എഴുതിയാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോസിറ്റീവ് ആൻസർ എഴുതാം. ഇനി ഫൈനൽ ആൻസർ എന്തിലാണ് എഴുതേണ്ടത്? ഒന്നുകിൽ ന്യൂട്ടൺ സെക്കൻഡിൽ എഴുതുക, അല്ലെങ്കിൽ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ഇതൊക്കെയാണ് ഇമ്പൾസ് എന്ന് പറയുമ്പോൾ ഫോഴ്സ് ഇൻറ്റു ടൈം ആണ്. അപ്പോൾ ന്യൂട്ടൺ സെക്കൻഡിൽ എഴുതാം, അല്ലെങ്കിൽ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡിൽ എഴുതാം ഫൈനൽ ആൻസർ. ഇതിൽ ബുദ്ധിമുട്ടുണ്ടോ? സോ വൺസ് അഗൈൻ ഐ വിൽ എക്സ്പ്ലെയിൻ. വി ഹാവ് 2 billiard balls. ഫസ്റ്റ് ബോൾ, second ball. So both are moving in the opposite direction, no problem, with the same velocity. They collide. After collision they move in the opposite direction, no problem, with the same velocity. So I am taking this as positive, this as negative, this as negative, that as positive. Okay, then you consider anyone. This is the first body. Okay, then how will you calculate impulse? Change of momentum means momentum of one minus momentum of other. Okay, you will get an answer. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇമ്പൾസ് എന്നാകുമ്പോഴത്തേക്ക് അതിനെന്ത് കാണില്ല? സൈൻ കാണില്ല.
ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ 14 പ്രോബ്ലംസ് ചെയ്തു. സോ ഇനി ബാക്കി ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. സോ വി ഹാവ് ടു മൂവ് ഫാസ്റ്റ്. അപ്പോൾ നമുക്കിനി ബാക്കിയെല്ലാം അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, ബൈ.